Good evening. Start ചെയ്യാൻ നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. സോ ഇതിൽ നമ്മൾ ആക്ച്വലി രണ്ട് സെക്ഷനായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. ഒന്ന് ഇൻട്രസ്റ്റ്, ദെൻ വരുന്നത് ആന്യൂറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. സോ ഇൻട്രസ്റ്റിൽ തന്നെ നമ്മൾ മെയിൻലി രണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ ഇതിൻ്റെ ഒരു കോൺസെപ്ച്വൽ വേറെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിൽ. ദെൻ അടുത്ത സെഷൻ നമ്മൾ ആന്യൂറ്റി, രണ്ടാമത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്യൂറ്റി എന്താണ്, ആന്യൂറ്റിയുടെ ആപ്ലിക്കേഷൻസ് എന്താണ്, ദെൻ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കോൺസെപ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കോൺസെപ്റ്റ്. ദെൻ നമുക്കൊരു ഫസ്റ്റ് എന്താണ് ഒരു ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. നമ്മളൊരു ലോൺ എടുത്ത് ബോറോ ചെയ്താണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രസ്റ്റ്. സോ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ബോറോവർ ആണെങ്കിൽ, സോ ഒരു ബോറോവർ, ലെൻഡർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ലെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ബോറോ ചെയ്തു. ദെൻ ഫോർ എ പീരീഡ് 2 years പീരീഡിലേക്ക്. സോ 2 years നമ്മളൊരു 1000 rupees ആണ് ബോറോ ചെയ്തെന്ന് വിചാരിക്കാം. 1000 rupees 1 ഇയറിലേക്ക്. സോ ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റിൽ, 10% ഇൻട്രസ്റ്റ് റേറ്റിൽ. സോ ദാറ്റ് മീൻസ് 1 year കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ലെൻഡർക്ക് എന്താണ്, അയാൾ തന്ന എമൗണ്ടും അതിൻ്റെ കൂടെ എക്സ്ട്രാ അയാൾക്കൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് എനിക്ക് യൂസ് ചെയ്യാൻ തന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന കൺസിഡറേഷൻ. സോ ഞാൻ തിരിച്ച് കൊടുക്കുന്നത് എത്രയാണ്, 1100 ആണെന്ന് വിചാരിക്കുക ലെൻഡർക്ക്. സോ ദാറ്റ് മീൻസ് ഇവിടെ എക്സ്ട്രാ കൊടുത്ത എമൗണ്ടിനെ, ആ 100 rupeesനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രസ്റ്റ്. സോ ഈ ഇൻട്രസ്റ്റ് സംടൈംസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആകാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകാം. അതെന്താണെന്നുള്ളത് നമ്മുടെ എഗ്രിമെന്റ് അനുസരിച്ച് മാറും. സിമ്പിൾ ഇൻട്രസ്റ്റിലാണോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണോ ബോറോ ചെയ്തത്, അതനുസരിച്ച് മാറും. സോ ഈ എക്സ്ട്രാ കൊടുത്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിനെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും ഫോർമുലയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കണ്ടോ, ഇതിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് കോൺസെപ്ച്വലി അറിഞ്ഞിരിക്കണം. എന്താണ്, അതിന്റെ ബേസിസിലാണ് നമ്മളൊരു ഇക്വേഷൻ കിട്ടിയാൽ ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ടൈം ലിമിറ്റിൽ ആൻസർ സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എത്രയാണ് ലോൺ എടുത്തത്, 1000. സോ ദാറ്റ് മീൻസ് ഈ 1000 rupeesനെ നമ്മൾ പ്രിൻസിപ്പലിന് ചെയ്യുന്ന ഒരൊറ്റ വേർഡ് ഇനീഷ്യൽ വാല്യൂ. സോ ദാറ്റ് മീൻസ് ഞാൻ ബോറോ ചെയ്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ. ഇനീഷ്യൽ വാല്യൂ ഇസ് കോൾഡ് ദ പ്രിൻസിപ്പൽ. ദെൻ ഞാൻ എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, 10%. ഈ 10%നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 10% എപ്പോഴും എന്താണ്, പെർ ആനം. സോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കേട്ടാൽ ഓർക്കേണ്ട ഒരു വേർഡ്, ചാർജ്ഡ് ഓൺ ഇയർലി ബേസിസ്. സോ ആനം ബേസിസ് അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റീസെന്റ് ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലും എല്ലാം, കഴിഞ്ഞ മുമ്പുള്ള മോക്ക് ടെസ്റ്റിലും എല്ലാം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡയറക്റ്റ് ഏരിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് 1 year അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ ഞാൻ എത്ര തിരിച്ചു കൊടുത്തു ബോറോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ലെൻഡർ ആണെങ്കിൽ എനിക്ക് എത്ര തിരിച്ച് കിട്ടി,
At the end of 1 year, I am getting back 1100. So ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? accumulated amount അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഫൈനൽ വാല്യൂ. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന് ഇൻട്രസ്റ്റ്. സോ എക്സ്ട്രാ കിട്ടിയ ബെനിഫിറ്റിനെ അല്ലെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്ന സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ്. ഇറ്റ് ക്യാൻ ബി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ ആദ്യത്തെ ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ, ഈ 1000. ദെൻ പെർ ആനം ചാർജ് ഇയർലി ബേസിസിൽ പെർസെൻറ്റേജ് ബേസിൽ ചാർജ് ചെയ്യുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ എന്താണ്? 10%. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് തിരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഫൈനൽ വാല്യൂ. ഇതാണ് ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആണെങ്കിലും ബേസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ 14 മാർക്സ് ചാപ്റ്റർ ആണ്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററും കൂടെ ചേർത്ത് തിയറി മാത്രമുള്ള ചാപ്റ്റർ 100 ചേർത്ത് 20 + 14. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒരു നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ 34 മാർക്സ് വരെ സ്കോർ ചെയ്യാം. ദെൻ വേറെ കുറച്ച് ചാപ്റ്ററും കൂടെ ഒരു 14 മാർക്ക് കൂടെ ആണെങ്കിൽ 50 സ്കോർ ചെയ്യാം. പ്ലസ് അതിനകത്ത് 50+ സ്കോർ ചെയ്യാനായിട്ട് കുറച്ച് മാർക്ക് കൂടെ കിട്ടിയാൽ. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത് മാത്രം സ്മാർട്ട് സ്റ്റഡി നടത്തുക. ഫസ്റ്റ് അതിൽ നമുക്ക് വേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോർമുലാസ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ഓൺ പ്രിൻസിപ്പൽ ഫോർ ദ എൻറ്റയർ പീരീഡ് ഓഫ് ബോറോയിങ്സ്. അല്ലെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ കൊണ്ട് 1000 rupees ഇൻവെസ്റ്റ് ചെയ്തു. 10% പെർ ആനം എന്ന് വിചാരിക്കുക. 10% പെർ ആനം. സോ 10% കിട്ടുന്നത്. 5 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 10%. ഓരോ വർഷവും കിട്ടുന്നത് 10%. 1000 ആണെങ്കിൽ 100 വെച്ചിട്ട് 5 വർഷം കൊണ്ട് 500 രൂപ, അങ്ങനെ 1500 രൂപയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇവിടെ നോർമലി നമ്മളപ്പോൾ ചിന്തിക്കും, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ ഈ 1000 rupeesന് പുറത്ത് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയല്ലോ 100 രൂപ. ഇപ്പം എൻ്റെ ബാങ്കിൽ എത്രയുണ്ട്? 1100 ഉണ്ട്. സോ അപ്പോൾ 1100ന്റെ പുറത്തല്ലേ എനിക്ക് രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് കിട്ടേണ്ടതെന്നൊരു നോർമൽ സാധാരണക്കാർ ചിന്തിക്കും. ബട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കിട്ടുന്നത്. നിങ്ങൾ എന്തിനാണ് ബാങ്കേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് കൊടുത്ത എത്രയാണ് ബാങ്കിൽ? 1000 രൂപയല്ലേ ഇൻവെസ്റ്റ് ചെയ്തത്. ഇടയ്ക്ക് ഒരു 100 രൂപ കിട്ടിയത് ആര് എന്നാണ്? ബാങ്കേഴ്സ് തന്നല്ലേ. ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്ത് കിട്ടൂല? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല. പകരം എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിന്റെ പുറത്ത് മാത്രമായിരിക്കും എന്ത് കിട്ടുക? ഇൻട്രസ്റ്റ് കിട്ടുക. ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ കാൽക്കുലേറ്റഡ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ ബാലൻസ് ആൻഡ് നോട്ട് ഓൺ ഇൻട്രസ്റ്റ് പ്രീവിയസ്ലി എൻഡ്. ദാറ്റ് മീൻസ് നോ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഇൻട്രസ്റ്റ് എൻഡ് ഡ്യൂറിങ് ദ പീരീഡ്. സോ പീരീഡിൽ കിട്ടിയ ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്ത് കിട്ടൂല? ഇൻട്രസ്റ്റ് കിട്ടില്ല. സോ ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എന്താണ്? എല്ലാ വർഷവും എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ഇയർലി ആയിരിക്കാം. സോ ഇയർലി ആയിരിക്കും. ദെൻ എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് ഒരു കോൺസെപ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ. ഫസ്റ്റ് ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിലോട്ട് നമ്മൾ വരികയാണ്. രണ്ട് ഡയറക്റ്റ് ഫോർമുലയാണുള്ളത്. ഐ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ SI അല്ലെങ്കിൽ I എന്നൊക്കെ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്നത് SI അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈക്വൽ ടു P ഇൻറ്റു I ഇൻറ്റു T. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. P ഇൻറ്റു I ഇൻറ്റു T. സോ P എന്താണ്? പ്രിൻസിപ്പൽ. I ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം ഇൻ ഡെസിമൽ. നമ്മൾ ഡെസിമലിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് 10% മീൻസ് 10 ഡിവൈഡ് ബൈ 100 ആണ്. നമ്മൾ നേരെ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്താൽ മതി? 0.10 എന്ന് അടിച്ചാൽ മതിയാവും. ഡെസിമലിൽ T എന്താണ്? ടൈം പീരീഡ് എന്ന് മാത്രം സ്റ്റുഡൻസ് പറയാനുള്ളത്. ടൈം പീരീഡ് എന്ന് മാത്രം പറയാൽ ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇയർലി ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർലി ആണ്.
ദെൻ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലെ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഐ ഇൻറ്റു ടി. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ പ്ലസ് എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്? പി ഐ ടി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ പറഞ്ഞ ഫോർമുല. സോ ദാറ്റ് മീൻസ് പി പ്ലസ് പി ഐ ടി. രണ്ടിലും പി കോമൺ ആയിട്ടുണ്ട്. പി എടുത്തു കഴിഞ്ഞാൽ പി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ഐ ടി. 1 പ്ലസ് ഐ ടി. രണ്ട് ഫോർമുലയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഡയറക്റ്റ് ഫോർമുല വരുന്നത്. ദെൻ ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം കോൺസെപ്ച്വലി എന്താണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കണം. ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് പ്രിൻസിപ്പൽ, ദാറ്റ് മീൻസ് ഇനീഷ്യൽ വാല്യൂ. ദെൻ സ്മോൾ ഐ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം. സോ ചാർജ് ഓൺ ഇയർലി ബേസിസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട് മീൻസ് ഫൈനൽ വാല്യൂ മീൻസ് പ്രിൻസിപ്പലിന്റെ കൂടെ എന്താണ്? ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തത്. സോ രണ്ട് ഫോർമുല. ഐ ഇസ് ഈക്വൽ ടു പി ഐ ടി ആൻഡ് എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ടി. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എന്താണ്? എപ്പോഴും എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തിന്റെ പുറത്ത് മാത്രമാണ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിന്റെ പുറത്ത് മാത്രമാണ്. ദാറ്റ് മീൻസ് നമ്മൾ 1000 rupees 10% ഇൻവെസ്റ്റ് ചെയ്താൽ 5 ഇയേഴ്സിലേക്ക് ചെയ്താൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്താണ് 1000ന്റെ 10% പി ഐ ടി T1 വന്നു കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുത്താൽ മതി? പി ഇൻറ്റു ഐ. ബിക്കോസ് ടി അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. ആദ്യത്തെ വർഷം എത്ര കിട്ടും ഇൻട്രസ്റ്റ്? 100 rupees. സെക്കൻഡ് ഇയറിലും എന്താണ്? 1000 rupeesന്റെ പുറത്താണ് 10%. എത്ര തന്നെ കിട്ടും? 100. തേർഡ് ഇയറിലേക്ക് വരുമ്പോഴോ 1000 rupeesന്റെ പുറത്ത് 10% 100. ഫോർത്ത് ഇയറിൽ 100. ഫിഫ്ത്ത് ഇയറിൽ ഓൾസോ 100. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് മെയിൻ ഒരു കോൺസെപ്റ്റ്. എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. ബിക്കോസ് എന്തിന്റെ പുറത്ത് മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ. ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടൂല. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ. സോ കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻ കേസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എവറി ഇയർ എന്തായിരിക്കും? ഈക്വൽ അല്ലെങ്കിൽ സെയിം എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ്. ഐ ഇസ് ഈക്വൽ ടു പി ഐ ടി, എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ടി. എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ടി. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലെ ഷോർട്ട് കട്ട് ഫോർമുലാസ്. ബിക്കോസ് n നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ ഷോർട്ട് കട്ട് ഫോർമുല അറിയാമെങ്കിൽ ഈ പറയുന്ന ടൈം ലിമിറ്റിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ടത്, ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അറിയാമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോൺ, ദെൻ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ്. സം ഓഫ് മണി ഡബിൾ ആകുക മീൻസ് എന്താണ്? ഞാൻ പി ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ടിനെയാണ് ഡബിൾ ആകുക ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ ഞാൻ പി ഇൻവെസ്റ്റ് ചെയ്തു, എ 2p ആകാൻ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഒന്നും ചെയ്ത് സമയം കളയേണ്ട, നേരെ ഏത് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം? 100 ഡിവൈഡഡ് ബൈ ഐ ഇയേഴ്സ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ഐ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് 10% ആണെങ്കിൽ ഐ എങ്ങനെ എടുക്കണം? സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡബിൾ ആകുന്നത് അറ്റ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതിയാൽ? നേരെ 100 ഡിവൈഡഡ് ബൈ 10, അതായത് 10%നെ 0.10 ആക്കരുത്. ഇത് ഷോർട്ട് കട്ട് ഫോർമുലയാണ്. 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എന്ത് വരും? 10 ഇയേഴ്സ്. സോ അതാണ് നമ്മുടെ 10 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ സം എന്താകുന്നത്? ഡബിൾ ആകും. ദാറ്റ് മീൻസ് ഞാൻ പി ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷം കഴിയുമ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ എനിക്ക് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിന് പകരം ടി, number of years t is known, then sum of money doubles itself in t divided 100 divided by t അത്രയും percentage. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും t ഇയേഴ്സ് കൊണ്ട് എന്താകുന്നത്? സമ്മ് ഇരട്ടി ആകുന്നത്, ഡബിൾ ആകുന്നത്. then if interest rate is given, then sum of money becomes n times, അതായത് 2 times അല്ലെങ്കിൽ ഡബിൾ ആകുന്ന വെച്ച് 3 times 4 times 5 times അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? n minus 1 into 100 divided by I അത്രയും ഇയേഴ്സ്. n minus 1 into 100 divided by I അത്രയും ഇയേഴ്സ്. സോ ദാറ്റ് മീൻസ് 3 times ആണെങ്കിൽ n നമ്മൾ എന്തിട്ട് കൊടുക്കും? 3 ഇട്ട് കൊടുക്കും. 3 minus 1 into 100 divided by എത്രയാണോ I അതിട്ട് കൊടുക്കും. ദെൻ 4 times ആണെന്ന് പറഞ്ഞാൽ n സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കും?
4 ഇട്ട് കൊടുക്കും, 4 - 1 × 100 അങ്ങനെ വരും. സോ ദാറ്റ് മീൻസ് n ടൈംസ് ആകുവാണെങ്കിൽ, n ടൈംസ് ആകുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ എത്ര വർഷം കൊണ്ടാണെന്നുള്ള എന്ത് ഫോർമുല എടുക്കാം നമുക്ക്? n - 1 × 100 ഡിവൈഡഡ് ബൈ i, അത്രയും ഇയേഴ്സ്. ഇവിടെയും ശ്രദ്ധിക്കണം, i മീൻസ് ഷോർട്ട് കട്ട് ഫോർമുലയാണ്, ഡെസിമലിലേക്ക് മാറ്റരുത്. നോർമൽ ഫോർമുലയാണ് നമ്മൾ i ഡെസിമലിലേക്ക് മാറ്റുന്നത്. സോ ഷോർട്ട് കട്ട് ഫോർമുലയുടെ കേസിൽ നമ്മൾ എന്താണ്, i ഡെസിമൽസിലേക്ക് മാറ്റാറില്ല. Then next, അടുത്തൊരു ഷോർട്ട് കട്ട് ഫോർമുലയോടാണുള്ളത്. Sum of money becomes n1 times in t1 years. Sum n1 times in t1 years and n2 times in t2 years. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മിസ്സിംഗ് ടൈം t1 t2 ഏതെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുലയാണ് t1 ഡിവൈഡഡ് ബൈ t2. ദാറ്റ് മീൻസ് n1 ആകാൻ എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ n2 ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? n1 - 1 ഡിവൈഡഡ് ബൈ n2 - 1. t1 divided by t2 is equal to n1 - 1 divided by n2 - 1. ടൈം കണ്ടുപിടിക്കാൻ, എത്ര വർഷം കൊണ്ടാണ് n ടൈംസ് ആകുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. എത്ര വർഷം കൊണ്ടാണ് n ടൈംസ് ആകുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് n - 1 × 100 ഡിവൈഡഡ് ബൈ t, അത്രയും i, അത്രയും ഇയേഴ്സ് ഉണ്ടോ, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അത്രയും ഇയേഴ്സ്. സോ ഈ ഫോർമുല നമുക്ക് n ടൈംസ് ആകുന്ന t ഇയേഴ്സ് കൊണ്ടാണെങ്കിൽ ആദ്യം എന്ത് യൂസ് ചെയ്യാം? ഇവിടെ ഇതേ ഫോർമുല യൂസ് ചെയ്ത് n - 1 × 100 ഡിവൈഡഡ് ബൈ t, അത്രയും പേഴ്സൻറ്റേജ് ആയിരിക്കും n ടൈംസ് ആകുന്നത് t തന്നാൽ, ടൈം പീരീഡ് തന്നാൽ. ഈ 5 ഫോർമുല, 5 ഷോർട്ട് കട്ട് ഫോർമുലയാണ്. 2 ഡയറക്റ്റ് ഫോർമുല, then ഒരു കോൺസെപ്റ്റ്, എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും, സെയിം എമൗണ്ട് ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. ദെൻ 4 ഷോർട്ട് കട്ട് ഫോർമുല. എന്തൊക്കെയാണ് 4 ഷോർട്ട് കട്ട് ഫോർമുല? ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോൺ, ദെൻ സം ഓഫ് മണി ഡബിൾ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസാണ് പറയുന്നത്. സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 100 divided by i years. If time period is known, then sum of money doubles itself in 100 divided by t, അത്രയും പേഴ്സൻറ്റേജ്. അതായിരിക്കും നമുക്ക് ആ പേഴ്സൻറ്റേജിൽ, ആ റേറ്റിലായിരിക്കും ഈ പറഞ്ഞ ടൈം പീരീഡ് t കൊണ്ട് സം എന്താകുന്നത്, ഡബിൾ ആകുന്നത്. ദാറ്റ് മീൻസ് p 2p ആകുന്നത്, a 2p ആകുന്നത്. അതേപോലെ തേർഡ് വൺ എന്താണ്? സം ഓഫ് മണി ബിക്കംസ് n ടൈംസ്. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോൺ, ദെൻ സം ഓഫ് മണി ബിക്കംസ് n times in n - 1 × 100 divided by i years. So time period ആണ് തരുന്നതെങ്കിൽ time period is known, then sum of money becomes n times in n - 1 × 100 divided by t, അത്രയും percentage. The last one, ഒരു sum n1 ടൈംസ് ആകാൻ t1 ഇയേഴ്സ് ആണ് എടുക്കുന്നത്, n2 ടൈംസ് ആകാൻ t2 ഇയേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു റേഷ്യോ ഈക്വൽ ആയിരിക്കും. അവിടെ t1 ഡിവൈഡഡ് ബൈ t2 is equal to n1 - 1 ഡിവൈഡഡ് ബൈ n2 - 1. അവിടെ t1 t2 ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ഫിഗർ ആയിരിക്കും. ഈ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്ത് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരാം. ക്ലിയർ ആണോ? അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. സോ നമ്മൾ ഇനിയും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്രേ ഉള്ളൂ. 2 ഫോർമുല പ്ലസ് 5 ഷോർട്ട് കട്ട് ഫോർമുല. കോൺസെപ്റ്റ് എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുവാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ പീരീഡിലും എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിന്റെ പുറത്താണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലുണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഓരോ പീരീഡ് ഉണ്ട്. ഇവിടെ നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന ഇയർലി എന്ന് പറയും. ആക്ച്വലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇയർലി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അവിടെ പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അത് അവിടെ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സ്പെസിഫൈഡ് പീരീഡ്
ഓരോ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിനെ കൂടെ ആഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്ത് കിട്ടും, ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ പ്രിൻസിപ്പൽ റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ പീരീഡ്. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓരോ കൺവേർഷൻ പീരീഡ്, ഇയർലി എന്ന് പറയുന്നത് ഓരോ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ഹൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ആ പീരീഡിൽ കിട്ടിയ ഇൻട്രസ്റ്റ് തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. സോ ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്താണ് ഈ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ്? The period at the end of which interest is compounded is called conversion period. So that means interest compound ചെയ്യാൻ means interest കണ്ടുപിടിച്ചിട്ട് തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ്. സോ ഈ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട പീരീഡ് നമ്മൾ എങ്ങനെ അറിയും? അത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന്. സോ അതായത് കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് ചെയ്യുന്നത്. അവിടെ കൺവേർഷൻ പീരീഡ് എന്തായിരിക്കും, ഒരു വർഷമായിരിക്കും. ദെൻ കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺവേർഷൻ പീരീഡ് ഒരു വർഷമായിരിക്കില്ല, പകരം എന്താണ്, 6 മാസം കൂടുമ്പം ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ ആ ആഡ് ചെയ്ത അല്ലെങ്കിൽ ആ ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിന്റെ പുറത്ത് അടുത്ത 6 മാസം കണ്ടുപിടിക്കും, അത് ആഡ് ചെയ്യും തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ. ദെൻ അതിന്റെ അടുത്ത 6 മാസം. ദാറ്റ് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, കൺവേർഷൻ പീരീഡ് എന്താണെന്ന്. സംടൈംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, 3 മാസം കൂടുമ്പോൾ. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് നമ്മൾ 3 മാസം കൂടുമ്പോൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്തിന്റെ കൂടെ ആഡ് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ അടുത്ത 3 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും, പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർഷൻ പീരീഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പക്കാ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് കൺവേർഷൻ പീരീഡ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. കൺവേർഷൻ പീരീഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. സോ ഇവിടെ നോക്കാം. ദെൻ മന്ത്ലി, കോമ്പൗണ്ടഡ് മന്ത്ലി എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ മാസവും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ. കോമ്പൗണ്ടഡ് ഡെയിലി എന്നാണെങ്കിലോ ഓരോ ദിവസവും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. സോ ഇവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക മീൻസ് എന്താണ്, ഓരോ കൺവേർഷൻ പീരീഡിൽ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് എങ്ങനെ തരുള്ളൂ, ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം ആണ് തരുന്നത്. നമ്മൾ അത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ഒരു കൺവേർഷൻ പീരീഡിൽ എത്രയാണോ ഇൻട്രസ്റ്റ്. 10% പെർ ആനം എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ 10% തരാൻ പറ്റുമോ? സോ എക്സാക്ട്ലി പകുതിയെ തരാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 5% ആയിരിക്കും. സോ അതാണ് നമ്മുടെ അടുത്ത ഫോർമുലയിലോട്ട് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല P × 1 + I the whole raised to n. സോ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഐയും എന്നും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചേഞ്ച് ആകും. ദാറ്റ് മീൻസ് ഈ പറയുന്ന ജസ്റ്റ് I the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്, ഇയർലി ആണെങ്കിൽ, കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് ഈ ഒരു ഫോർമുല സ്യൂട്ട് ആകുന്നത്. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആകാം, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആകാം, കോമ്പൗണ്ടഡ് മന്ത്ലി ആകാം. സോ ഇതിനനുസരിച്ച് ഐയും എന്നും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത്. സോ PA is equal to, that means accumulated amount after n conversion periods എന്നാണ്. നമുക്ക് ഇയർ എന്ത് കോൺസെപ്റ്റ് ഇല്ല, ആക്ച്വലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇയർ ഇല്ല. ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട് P × 1 + I the whole raised to n. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, എപ്പോഴും നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. ഞാൻ P ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ്, ഫൈനൽ വാല്യൂ A മൈനസ് P. ഇതാണ് കോമൺ ഫോർമുല, ജനറൽ ഫോർമുല. സോ A നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് എന്താണ്, P × 1 + I the whole raised to n മൈനസ് P. സോ രണ്ടിൽ നിന്നും P ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാം. 2 ടേമിലും P ഉണ്ട്, 2 ടേം ആണുള്ളത്, രണ്ടിലും P ഉണ്ട്. P കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും, 1 + I the whole raised to n മൈനസ് 1. P × 1 + I the whole raised to n മൈനസ് 1. സോ ഇവിടെ ഉണ്ടോ, I എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഓരോ ഇൻട്രസ്റ്റ് റേറ്റും എന്തിലേക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അത് കൺവേർട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റിനെ ഒരു ഇയറിൽ എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് I. n എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. ദാറ്റ് മീൻസ് ടൈം പീരീഡ്, തന്നിരിക്കുന്ന ഇയറിനെ ഓരോ വർഷവുമുള്ള നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതിനെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫോർമുല അല്ലെങ്കിൽ ഇത് തന്നെ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നേരെ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചു, ഡിസ്ക്രിപ്ഷൻ മനസ്സിലായി, നേരെ നമ്മൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് നോർമലി സ്റ്റുഡൻസ് വരുന്ന ഒരു മിസ്റ്റേക്ക് ഐയും എന്നും എടുക്കുന്നതാണ്.
നമുക്ക് നേരെ ഒരു ഫോമുല തന്നെ ഡിസ്കസ് ചെയ്യാം. സെമി ആനുവലി ആണെങ്കിൽ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കണം? 6 മാസം കൂടുമ്പോൾ കിട്ടണം. സോ അവിടെ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? A is equal to P into 1 plus I/2 the whole raised to 2t. സോ നമുക്ക് എത്രയാണ്? അര വർഷം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് വേണം. നമുക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. അതെങ്ങനെ കിട്ടും? ടൈം പീരീഡ് ഇയേഴ്സിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു ഇയറിൽ രണ്ട് സെമി ആനുവൽസ് ആണുള്ളത്, അങ്ങനെ 2 കൊണ്ട് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറും? A is equal to P into 1 plus I/2 the whole raised to 2t. Then compounded quarterly ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറും? A is equal to P into 1 plus I/4 the whole raised to 4t. Quarterly ആണെങ്കിൽ A is equal to P into 1 plus I/4 the whole raised to 4t. Then compounded monthly ആണെങ്കിൽ A is equal P into 1 plus I/2 the whole raised to 12t. P into 1 plus I/12 the whole raised to 12t. Okay, clear le formula? The compound interest le formula. Then compound interest le നമുക്ക് ഷോർട്ട്കട്ട് ഫോർമുല ആയിട്ട് അറിയേണ്ടത് sum of money becomes, ശ്രദ്ധിക്കാം, sum of money becomes n times in t years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഫോർമുല sum of money becomes n times. Sum of money becomes n times. Sum of money becomes n times in t years. Then this sum, compound interest in the case, this sum become n raised to m times in m into t 3 years. So n number of times ആണ് ഈ ഷോർട്ട്കട്ട് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എക്സാമിന് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഷോർട്ട്കട്ട് ഫോർമുല യൂസ് ചെയ്ത് ഷോർട്ട്കട്ട് ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഷോർട്ട്കട്ട് ഫോർമുല യൂസ് ചെയ്ത് മാത്രം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മാത്രം ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ്റെ കേസ്. സോ റിട്ടേൺ ഡൗൺ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ടിങ്ങിൽ പഠിച്ചാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുല ആണ്. സോ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ WDV C into 1 minus I the whole raised to n. So ഇവിടെ C cost of asset ആണ്, അസറ്റ് പർച്ചേസ് ചെയ്ത കോസ്റ്റ്. I rate of depreciation n life of asset. Okay, so ഇത് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. Then നെക്സ്റ്റ് വൺ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ. സോ നമ്മൾ ഈ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ്. ഒരു വർഷം ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഫോർമുലയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് is equal to A into 1 plus I the whole raised to n. Then നമ്മൾ ഇവിടെ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട്. സോ ഇവിടെ ഷോർട്ട് കട്ട് ഫോർമുലയിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് പറയുകയാണ്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് T1 / T2 ആ ഫോർമുല ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ 3 ടൈംസ് ആണ്. സം ബിക്കംസ് 3 ടൈംസ് ഇൻ 10 years എന്ന് വിചാരിക്കും. ദെൻ സം ബിക്കംസ് 9 ടൈംസ് ഇൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് 9 നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വലി 3 സ്ക്വയർ അല്ലേ? സോ സം ബിക്കംസ് 3 ടൈംസ് ഇൻ 10 years. ദെൻ 3 raised to 2 ടൈംസ് ഇൻ. ഈ ഫോർമുല പ്രകാരം എന്ത് പറയും? ഇവിടെ എം എത്രയാണ്? 2 ആണ്. ടി എത്രയാണ്? 10 ആണ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടും നമുക്ക്? 2 into 10 equal to 20 years. സോ ഇതാണ് ഈ ഷോർട്ട് കട്ട് ഫോർമുല. n ടൈംസ് ഇൻ,
സോ ആൻസർ ഹിയർ n raised to m എന്ന് കണ്ടാൽ ഓർത്തണം അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഷോർട്ട് കട്ട് ഫോർമുല ആകാനാണ് ചാൻസ്. ക്ലിയർ ആണോ? Then നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഈ റിലേഷൻ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ മാത്രമാണ് ഒന്നിൽ കൂടുതൽ തവണ ഒരു വർഷം ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടഡ് സെമി ആനുവലിയോ ക്വാർട്ടർലിയോ മന്ത്ലിയോ ഒന്നോ ആണെങ്കിൽ ഈ പറയുന്ന റിലേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ്. സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇയറിൽ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പിന്നീട് ഒരു ഷോർട്ട് കട്ട് കാര്യം ഓർക്കണം. നമ്മൾ ഒരു വർഷത്തേക്ക് കോമ്പൗണ്ടഡ് ആനുവലിയോ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കേസിൽ ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഫോമിലേക്ക് ഒന്നും പോലും ജസ്റ്റ് പി ഇൻറ്റു ഐ എടുക്കുക. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇത് വരും പി ഐ ടി. ദാറ്റ് മീൻസ് പി ഇൻറ്റു ഐ ഇൻറ്റു 1 അങ്ങനെ പി ഐ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫോമുല എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു 1 T1 അല്ലേ മൈനസ് 1. സോ എന്ത് കിട്ടും? 1 ദാറ്റ് മീൻസ് പി ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ഐ മൈനസ് 1 ഗെറ്റ് ക്യാൻസൽ. എക്സാക്ട്ലി എന്ത് കിട്ടും? പി ഐ തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് കോൺസെപ്റ്റ് ആണ്. ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ചോദിച്ചാൽ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മൾ നേരെ എന്തെടുത്തു? വേറെ ഒന്നും എടുക്കാൻ നിൽക്കരുത്, ജസ്റ്റ് പി ഐ. സോ ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും എന്തായിരിക്കും കിട്ടുക? പി ഐ ആയിരിക്കും കിട്ടുന്നത്. രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഒരു വർഷത്തെ ഇൻട്രസ്റ്റിന് പുറത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും പ്രിൻസിപ്പൽ ഇൻക്രീസ് ചെയ്യും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൂടുതലായിരിക്കും. സോ സെക്കൻഡ് ഇയർ അതായത് 2 yearsലേക്കാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഫോർ 2 years. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഫോമുല വരുന്നത് പി ഐ സ്ക്വയർ. നേരെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോമുലയാണ് പി ഐ സ്ക്വയർ. അത് തന്നെ തേർഡ് ഇയറിലേക്ക് 3 വർഷം കഴിയുമ്പോഴുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. ഈ ഷോർട്ട് കട്ട് ഫോമുലാസ് യൂസ് ചെയ്തില്ല എങ്കിൽ എന്താണ്? നമുക്ക് നോർമൽ വേയിൽ ചെയ്യേണ്ടി വരും. ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 10 steps. ഈ പറയുന്ന 3 വർഷത്തെയും 2 വർഷത്തെയൊക്കെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ മോർ ദാൻ 10 steps എടുക്കും. ഒത്തിരി ടൈം കൊണ്ടുപോകും നമ്മുടെ. സോ ഇവിടെ ഓർത്തിരിക്കുന്ന ഷോർട്ട് കട്ട് ഫോമുല സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ മാത്രമാണ് ഈ റിലേഷൻ നിൽക്കുക. ഫസ്റ്റ് ഇയറിൽ നോ ഇഷ്യൂസ്, രണ്ടും സെയിം ആയിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സോ അതാണ് നമ്മുടെ ഒരു ഷോർട്ട് കട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ കോമ്പൗണ്ടഡ് ആനുവലിയോ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഇൻറ്റു ജസ്റ്റ് ഐ. എവിടെ വേണമെങ്കിലും ആ ഫോമുല യൂസ് ചെയ്യാം. കോൺസെപ്റ്റ് ആണ്. സോ ഒരു ഷോർട്ട് കട്ട് കോൺസെപ്റ്റ് ആണ്. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഐ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യാം. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. ക്ലിയർ ആണല്ലോ? ഇവിടെ എല്ലാ കോൺസെപ്റ്റും വരും. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയറിൽ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എമൗണ്ട് സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. ആ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഫോമുലയാണെന്ത്? പി ഐ സ്ക്വയർ. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ ഒബ്വിയസ്ലി കൂടുതലായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. തേർഡ് ഇയർ കഴിയുമ്പോഴുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. ക്ലിയർ? ഇവിടെ ഒന്നും ചെയ്യണ്ട. നേരെ ഐ ഡെസിമൽസിലാണ്. ദാറ്റ് മീൻസ് പോയിന്റ് ആണ്. ഐ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അവിടെ ആ ഷോർട്ട് കട്ട് ഫോമുലയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഐ ആസ് ഇറ്റ് ഈസ് നൗ. ദാറ്റ് മീൻസ് ഡിവൈഡ് ബൈ 100 എന്നുള്ള രീതിയിൽ ഡെസിമൽസിൽ തന്നെയാണ് വരുന്നത്. പി ഐ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഐ 10% ആണെങ്കിൽ 0.10 എന്ന രീതിയിൽ തന്നെയാണ് എടുക്കേണ്ടത്.
ഓക്കെ, അതിപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യും. ക്ലിയർ അല്ലേ? ദെൻ ഇൻട്രസ്റ്റിൽ ഒരേ ഒരു കാര്യം കൂടാണുള്ളത്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് ഒരു വർഷം ഒന്നിൽ കൂടുതൽ തവണ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആനുവൽ ഇക്വലന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? 1 + I the whole raised to n minus 1 into 100. സോ ഷോർട്ട് കട്ട് ഫോർമുലയിൽ ക്ലിയർ അല്ലേ? 100, ദാറ്റ് മീൻസ് I അവിടെ എടുക്കുന്ന ഡെസിമൽസിൽ തന്നെ ഡിവൈഡഡ് ബൈ 100 ഉണ്ട്, ഡിവൈഡഡ് ബൈ 100. 10% ആണെങ്കിൽ 0.10. ക്ലിയർ അല്ലേ? ഇത് ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കണം. n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ്. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ സെമി ആനുവലി ആണെങ്കിൽ E is equal to 1 + I/2 the whole square minus 1 into 100. ഒരു വർഷത്തേക്കായിട്ട് 2 into 1. എപ്പോഴും നമ്മൾ എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു വർഷം എനിക്ക് എന്ത് റേറ്റ് കിട്ടി എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ദെൻ ക്വാർട്ടർലി ആണെങ്കിൽ ഈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ മാറും? 1 + I/4 the whole raised to 4 minus 1 into 100. ദെൻ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. മന്ത്ലി ആണെങ്കിൽ E is equal to 1 + I/12 the whole raised to 12 minus 1 into 100. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസിലും നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യുക? ഐയും എന്നും ചേഞ്ച് ആക്കുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു വലിയ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിൽ നമുക്ക് 7 മാർക്ക് വരെ. സോ നോർമലി ഇൻട്രസ്റ്റ് പോർഷൻ 7 മാർക്സ്, ആനുവിറ്റി പോർഷൻ 7 മാർക്സ് എന്ന രീതിയിലാണ് വരുന്നത്. സംടൈംസ് അല്ലാതെയും വരാം. 5, 9 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് 5, അവിടുന്ന് 9 തിരിച്ചും വന്ന ചാൻസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണെന്ന്. ബട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും 14 മാർക്സ്, ലാസ്റ്റ് എക്സാം ഓൾസോ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ് നോക്കാം. ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A sum of rupees 720 amounts to rupees 1044 in 5 years. What is the rate of interest per annum? What is the sum? What sum will be amounts to rupees 2363.50 in 7 years at the same rate. അത് നമ്മൾ ക്വസ്റ്റ്യൻ വിട്ടു വരികയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സം amounts to, that means 720 amounts to means എന്താണ്? accumulated amount. സോ accumulated amount, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ accumulated amount ഫോർമുല എന്താണ്? A is equal to P into 1 + IT. റേറ്റ് കൊടുക്കുക. എത്രയാണ്? 1044 is equal to 720 into 1 + T5 ആണ്, 5 years ആണ്, 5I. നേരെ I കണ്ടുപിടിക്കുക. കാൽക്കുലേറ്ററിൽ മാത്രം. എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ? വേറെ ഒരു സ്റ്റെപ്പും പിന്നീട് എഴുതരുത്. 1044 ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നേരെ എന്ത് ചെയ്യും? താഴോട്ട് വരും. ഡിവൈഡഡ് ബൈ 1044 ഡിവൈഡഡ് ബൈ 720. ദെൻ അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എഴുതാൻ നിൽക്കരുത്. ദെൻ ഈ 1 ഇപ്പറേക്ക് പോകുമ്പോൾ എന്താവും? -1 ഈക്വൽ അടിക്കുക.
then 5i equal to ആണ് ഈ കിട്ടിയിരിക്കുന്നത്. I കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയതിനെ divided by 5. So that means എത്ര കിട്ടും? 0.09. 0.09. I equal to 0.09. That implies 9%. നമുക്ക് ഐ അല്ല ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം പെറുക്കി എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതിനെ 720 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 1 ഇപ്പുറം വരുമ്പോൾ -1. ദെൻ 5i കിട്ടി. ഐ കിട്ടണമെങ്കിൽ ഈ കിട്ടിയതിനെ ഡിവൈഡ് ബൈ 5 ഉണ്ടോ. ഒരു വാല്യൂ പോലും ബുക്കിൽ എഴുതി സമയം കളയരുത്. എക്സാമിനും പേപ്പറിൽ എഴുതി സമയം കളയരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. സോ ഐ കിട്ടി. ഇനി എന്താ ചോദിക്കുന്നത്? വാട്ട് സം വിൽ എമൗണ്ട്സ് ടു. രണ്ട് സെനാരിയോ ഉണ്ട്. ആദ്യത്തെ സെനാരിയോയിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിച്ചു 9%. ചോയ്സ് മെത്തേഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 9 ഉള്ള 2 ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. നമുക്ക് പി കൂടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വാട്ട് സം വിൽ എമൗണ്ട്സ് ടു 2363.50 in 7 years. What sum will amounts to? That means A ആണ് തന്നിരിക്കുന്നത്. 2363.50 is equal to P into 1 plus 7 into 0.09. സോ ഇവിടെ നമുക്ക് എന്താണ്? P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും നമ്മൾ കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യണം. P is equal to. P കണ്ടുപിടിക്കാൻ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യുക. ഇതിനെ എന്താണ് ഈ ബ്രാക്കറ്റിനകത്ത് ഈ കണ്ടുപിടിച്ചത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ആ വാല്യൂ ഈ വാല്യൂ കണ്ടുപിടിച്ച് പേപ്പറിൽ എഴുതിയിട്ട് അതുകൊണ്ട് വീണ്ടും കാൽക്കുലേറ്ററിൽ കുത്തി സമയം കളയരുത്. സോ ഇവിടെ നോക്കുക, അതിനകത്ത് പ്ലസും മൾട്ടിപ്ലിക്കേഷനും ആണ്. ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. സോ കാൽക്കുലേറ്ററിൽ 7 into 0.09 then +1 ഈക്വൽ അടിക്കുക. നേരെ എം പ്ലസ് മെമ്മറിയിൽ സേവ് ചെയ്യുക. 1.63 എന്ന് കിട്ടിക്കാണും. ദെൻ ഈ 2363.50 ഈ 1.63 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നേരെ കാൽക്കുലേറ്ററിൽ 2363.5 ഡിവൈഡഡ് ബൈ MRC മെമ്മറി റീകോൾ അടിക്കുക. ദെൻ ഈക്വൽ എത്രയിട്ടും നമ്മുടെ ആൻസർ 1450. 1450. ഓക്കെ ആണ്. ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ആദ്യം ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ തരും. അത് വെച്ചിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അത് യൂസ് ചെയ്തുകൊണ്ട് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച 9%, ആ റേറ്റ് യൂസ് ചെയ്ത് 1450 അല്ലെങ്കിൽ ഏതോ ഒരു എമൗണ്ട് 2363.5 ആവും. ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 1450. 1450. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? Then next one. What rate will a sum of money double? So sum എത്രയാണ്? Sum doubles in simple interest at 16 years. So ഇവിടെ നമുക്ക് ടൈം പീരീഡ് ആണ് തന്നിരിക്കുന്നത്. സം ഡബിൾ ആകാൻ എടുക്കുന്ന ഫോർമുല എന്താണ്? 100 ഡിവൈഡഡ് ബൈ ടി, അത്രയും പെർസെൻറ്റേജ്. സോ ഇവിടെ 100 ഡിവൈഡഡ് ബൈ 16, അത്രയും പെർസെൻറ്റേജ്. 100 ഡിവൈഡ് ബൈ 16 എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 16 കാൽക്കുലേറ്ററിൽ ചെയ്യാം. 6.25 അത്രയും പെർസെൻറ്റേജ്. ചോദിച്ചിട്ടുണ്ടല്ലോ 6.25. ഫസ്റ്റ് കേസിൽ നമ്മുടെ 9%, 1450. ചോയ്സ് ബി ആയിരുന്നു. Then next question. Third question. A sum of money triples itself in 8 years.
in how many years it will be 5 times. ഇവിടെ നോക്കാം, simple interest. Sum of money becomes triples itself in 80 years. Sum of money triples itself in 80 years. So that means നമുക്ക് ഇവിടെ എന്താണ് simple interest എന്ന് പറഞ്ഞിട്ടുണ്ട്. സം എത്രയാവുന്ന പറഞ്ഞാൽ ട്രിപ്പിൾ ആകുക മീൻസ് എന്താണ് 3 times. 3 times in 80 years. Then how many years it will be 5 times? Then 5 times in dash years. So that means ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് നമ്മളൊരു ഷോർട്ട് കട്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. n1 times in t1 years and n2 times in t2 years. So ഇവിടെ n1 എത്രയാണ് 3 ആണ്, t1 8 ആണ്, n2 5 ആണ്, t2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് മണി ബിക്കംസ് n1 times in t1 years and n2 times in t2 years. സോ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുല t1 divided by t2 is equal to n1 minus 1 divided by n2 minus 1. സോ നേരെ ഇട്ട് കൊടുക്കാം. t അറിയാം, t1 അറിയാം. 8 divided by t2 is equal to 3 minus 1 divided by 5 minus 1. ഇതൊരു 8 divided by t2 is equal to 2 by 4. That means 1 by 2. Cross multiply ചെയ്യുമ്പോൾ t2 is equal to 8 into 2, 16 years. 16 years. 16 years. Clear ആണോ? Then next question. Find the rate percentage per annum if 2 lakhs amounts to rupees 2,31,525. 525 in 1.5 years, interest being compounded half yearly. നമുക്ക് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്ത് മനസ്സിലാക്കി. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. റുപ്പീസ് 2 lakhs, ദാറ്റ് മീൻസ് ഇത് പി ആണ്. എമൗണ്ട്സ് ടു, ദാറ്റ് മീൻസ് ഇത് എ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആണെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 2 ദ ഹോൾ റേസ് ടു 2t. നേരെ ഇട്ട് കൊടുക്കുക. 2,31,525 is equal to 2 lakhs into 1 plus I ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ I by 2 the whole raised to 2 into 1.5 years, that means 1.5. 1.5. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? 2,31,525 is equal to 2 lakhs into 1 plus I by 2 the whole raised to 3. 1 plus I by 2 the whole raised to 3. So that means okay, they have 2,31,000. 2 lakh ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നേരെ 2 lakh ഇങ്ങോട്ട് വരും. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എഴുതാം. 2,31,525 divided by 2 lakhs is equal to എന്ത് വരും? 1.157625 is equal to 1 plus I by 2 the whole raised to 3. So ഇവിടെ നമുക്ക് ഈ 1 plus I by 2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? 1.157625 raised to 1 by 3. That means cube root കണ്ടുപിടിക്കണം. 1.17625 ഉണ്ട്. സോ ഒന്നില്ല അല്ലെങ്കിൽ ചോയ്സ് മെത്തേഡിൽ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്ററിലെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ആ തന്നിരിക്കുന്ന നമ്പർ ടൈപ്പ് ചെയ്യാം. 1.157625. സോ 1.157625. Then root 15 times 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Then minus 1. Then എത്രാമത്തെ റൂട്ടാണ് വേണ്ടത്? ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് -1 divided by 3. Then plus 1. Then into equal to 15 times. അതായത് ഇൻറ്റു അടിക്കുക, ഉടനെ ഈക്വൽ, അതാണ് ഒരു ടൈം. Then 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
15. So try to answer. Calculator ചെയ്ത് കഴിയുമ്പോൾ 1.049 എന്നാണ് വരുന്നത്. 1.049. So that means എന്ത് കിട്ടും? 1 plus I by 2, 1.049 നമുക്ക് round off ചെയ്യും 1.05 എന്ന് എഴുതാം. That implies I by 2 equal to 0.05. That implies I equal to 0.10. That means എത്രയാണ്? 10%. 10%. Clear ആണോ? Then next one. What annual rate of interest compounded annually? നമുക്ക് description കിട്ടി. Compounded annually doubles an investment in 7 years. Compound interest in കേസിൽ P ഇൻവെസ്റ്റ് ചെയ്താൽ A accumulated amount എന്താകണം? 2P ആകണം. So A 2P ആകണം. Compound interest in കേസിൽ A കണ്ടുപിടിക്കുന്ന ഫോർമുല 2P is equal to P into 1 plus I the whole raised to 7. Compounded annually ആയിട്ട് വേറെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? P get cancel. So that means 2 equal 1 plus I the whole raised to 7. That means 1 plus I equal 2 raised to 1 by 7. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം പോലില്ല, നേരെ given ആണ്. So that implies 1 plus I equal 1.104090. That implies I equal 0.10401 means 41. So the decimal മാറ്റി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 10.41%. 10.41%. 10.41%. Then next question. Another question ആണ്. The difference between compound interest and simple interest on a certain sum of money is rupees 40 for the first 2 years. That means നമുക്ക് എന്ത് തന്നിരിക്കുന്നു? PI square ആണ് എന്ത്? 40. Then and rupees 122 for the first 3 years. That means PI square into I plus 3 ആണ് എന്ത്? 122. ഇതിന് equation 1 എന്നും ഇതിന് equation 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം PI സ്ക്വയർ എത്രയാണ്? 40 ആണ്. ഈ PI സ്ക്വയർ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ PI സ്ക്വയർ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 40 into I plus 3 equal to 122. 40 into I plus 3 equal to 122. So that implies നമുക്ക് എന്ത് എഴുതാം? I plus 3 equal to 122 divided by 40. 3.05. That implies നമുക്ക് എന്ത് കിട്ടി? I equal to 0.05 അല്ലെങ്കിൽ 5%. Find the sum ആണ് കണ്ടുപിടിക്കുന്നത്. So PI square 40 കിട്ടണം. P into I നമുക്ക് കിട്ടി 0.05 square equal to 40. Therefore calculator മാത്രം കണ്ടുപിടിക്കാം. 40 divided by 0.05 divided by 0.05 equal to നമുക്ക് എന്ത് കിട്ടും? 16,000. 16,000. Clear ആണോ? Then next question. Okay. Compound interest on a certain sum for 2 years is 71.40 and simple interest 2 വർഷത്തെ compound interest 71.40 2 വർഷത്തെ simple interest 70 ആണ്. Therefore 2 years അല്ലേ? 2 years compound interest minus simple interest എന്ന് പറയുന്നത് PI square എന്ത് കിട്ടും? 71.40 minus 70 1.40 കിട്ടും. 1.40 കിട്ടും. Then നമ്മൾ ഇത് കോൺസെപ്ച്വലി ചെയ്യാം. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 70 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും കിട്ടുന്ന സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 2 വർഷം കൊണ്ട് 70 കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും എന്താണ് 35 വെച്ച് കിട്ടണം. ദെൻ നമ്മൾ വേറൊരു കോൺസെപ്റ്റ് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് എന്ത്, ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ ഇനിയാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വന്നപ്പോൾ ₹1.40 അല്ലെങ്കിൽ 1.40 കൂടുതൽ കിട്ടാൻ കാരണം എന്താണ്? കൂടുതൽ കിട്ടാൻ കാരണം ഈ കിട്ടിയ ഇൻട്രസ്റ്റ് കിട്ടിയ, അതായത് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവലി ആണ് നമ്മൾ ഈ പറയുന്ന റിലേഷൻ എടുക്കുന്നത്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? നമ്മൾ പറഞ്ഞു, ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലും ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PI എടുത്താൽ മതി. സോ നമ്മൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്, അതായത് ₹35 ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് എന്ത്, ഈ പറയുന്ന ₹1.40. സോ ദാറ്റ് മീൻസ് 35 into I ആണ് 1.40. therefore I equal to എന്ത് വരും? 1.40 divided by 35. 1.4 divided by 35 കിട്ടും 0.04 അല്ലെങ്കിൽ 4%. 4%. ഓക്കെ അല്ലേ? നോർമൽ വേയിൽ ചെയ്ത് സമയം കളയരുത്. നോർമൽ വേയിൽ ചെയ്ത് സമയം കളയരുത്. ഈ കോൺസെപ്റ്റ് ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എല്ലാ വർഷവും എമൗണ്ട് സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ്. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കിട്ടിയത് എന്തുമാത്രമാണ്? ആദ്യത്തെ വർഷം കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. PI എന്ന് എടുക്കാം. ദാറ്റ് മീൻസ് ₹35 ഒരു വർഷം ഏതോ ഒരു ഇൻട്രസ്റ്റിൽ കിട്ടിയ റേറ്റ് ആണ് 1.4. സോ I കണ്ടുപിടിച്ചു 4%. ഓക്കെ അല്ലേ? Then next question. The difference between compound interest and simple interest on a certain sum of money for 3 years. 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് 10% ആണ്. 248 ആണ് തന്നിരിക്കുന്നു. സോ 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഫോർമുല എന്താണ്? PI² into I+3 equal to 248. സോ P into Iക്ക് എന്ന് കൊടുക്കാം 0.10 square into 3.10. 3 plus 0.10 equal to 248. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. P equal to എന്ത് ചെയ്യാം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ LHSലുള്ള ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ 248 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യം നമ്മൾ LHSൽ ചെയ്യാം. 0.1 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ സ്ക്വയർ കിട്ടി ഇൻറ്റു 3.1 ഈക്വൽ അടിക്കുക M പ്ലസ് 248 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു ആൻസർ 8,000. 8,000. ഓക്കെ ആണോ? Next one. A residential flat is constructed at a cost of 1,000, depreciating at the rate of 10% per annum. Its value after 3 years of construction. So ഇവിടെ എന്താണ്? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ചോദിച്ചു. അപ്പോൾ അവിടെ ഏത് ഷോർട്ട് കട്ട് ഫോമിൽ യൂസ് ചെയ്യാം? C into 1 minus I the whole raised to n. So that means 1 lakhs into 1 minus 0.10 the whole raised to 3. So that means 1 minus 0.1 എന്ന് പറയുമ്പോൾ 0.9 കിട്ടും. 0.9 into equal to 2 times, ഒന്നുകൂടി equal to 3 times into 1 lakh കിട്ടും 72,900. കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. 72,900. ഇതാണ് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാവുന്ന അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഏതിൽ നിന്ന്? ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ദെൻ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ടെസ്റ്റ് ചെയ്യാവുന്നത്. ദെൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഒത്തിരി തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് വന്ന മോക്ക് ടെസ്റ്റുകളിലെല്ലാം തന്നെ 8th ക്വസ്റ്റ്യനിൽ എന്താണ് പ്രശ്നം? നമുക്ക് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഫോർ 3 years. നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? PI² into I+3 അല്ലേ? അത് 248 ആണെന്ന് നേരെ I ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10% മീൻസ് 0.10. നേരെ കാൽക്കുലേറ്ററിൽ ഇട്ടു, നമ്മൾ നേരെ വാല്യൂ ഇട്ട് കൊടുത്തു. ദെൻ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ദാറ്റ് മീൻസ്
248നെ ഈ കിട്ടുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്തു, 0.1ന്റെ സ്ക്വയർ 0.1 ഇൻറ്റു ഈക്വൽ, ദെൻ അതിനെ എത്രയാണ് 3.1 കൊണ്ട് മൾട്ടിപ്ലൈ, 3.1 അടിക്കുക, ഈക്വൽ അടിക്കുക, നേരെ എം പ്ലസ് 0.031 എന്ന് കിട്ടും. അത് നേരെ എം പ്ലസ് അടിക്കുക, ദെൻ 248 ഡിവൈഡഡ് ബൈ മെമ്മറി റീകോൾ ചെയ്യുക, MRC ഈക്വൽ. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത് 8000. 2 തവണ MRC അടിച്ച് മെമ്മറി ക്ലിയർ ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്പിന്ന ടൗൺ പോപ്പുലേഷൻ 20,000 ആണ് പോപ്പുലേഷൻ. ആനുവൽ ബർത്ത് റേറ്റ്, ആനുവൽ ബർത്ത് റേറ്റും ആനുവൽ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ആനുവൽ ബർത്ത് റേറ്റ് 4% ആണ്. ദെൻ ആനുവൽ ഡെത്ത് റേറ്റ് 2% ആണ്. നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2%. ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. സോ നമ്മുടെ ഇപ്പോഴുള്ള പോപ്പുലേഷൻ 7th ക്വസ്റ്റ്യനിൽ എന്താണ്, 2 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years എന്നാണ്. 2 വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് 2 years സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ സെർട്ടൻ സം ഫോർ 2 years. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 17.1 എന്നും 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 70 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സെർട്ടൻ സം ഫോർ 2 years ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആൻഡ് ഇൻ ദ സെൻസ് എന്താണ്, സെയിം പീരീഡിലേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ആൻസറിലേക്ക് വന്നത്. ക്ലിയർ അല്ലേ ശൈലേഷ്? ഒരിക്കലുമല്ല. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഫോർ 2 years ഈസ് 71.40. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 71.40 ആണ്. ആൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 70. ദാറ്റ് മീൻസ് സെയിം പീരീഡിലേക്ക് എന്നാണ് ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 71.40 ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 70 ആണെന്നാണ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ 70, സെക്കൻഡ് ഇയറിൽ 70 എന്നല്ല ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദെൻ നമുക്ക് ആനുവൽ ഗ്രോത്ത് റേറ്റ് കിട്ടി. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇതാകുന്നത് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുകയാണ്. ആനുവൽ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആനുവൽ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് നോക്കാം, ഇപ്പോഴുള്ള പോപ്പുലേഷൻ 2% ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, ആഫ്റ്റർ 2 years. ദാറ്റ് മീൻസ് ഇപ്പോഴുള്ള പോപ്പുലേഷൻ എത്രയാണ്, 20,000 ഇൻറ്റു 1.02 റേസ്ഡ് ടു 2. നമുക്ക് ആനുവൽ ഡെത്ത് റേറ്റും ആനുവൽ ബർത്ത് റേറ്റും ആനുവൽ ഡെത്ത് റേറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ആനുവൽ ഗ്രോത്ത് റേറ്റിൽ ആ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്താണ് നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നേരെ ഇട്ട് കൊടുക്കാം, 20,000 ഇൻറ്റു 1.02 സ്ക്വയർ. നേരെ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക, 1.02 ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു 20,000 എത്ര കിട്ടും, 20,808. 20,808. ഓക്കെ ആണോ? Then find the effective rate equivalent to nominal rate of. നമുക്ക് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ എഫക്റ്റീവ് റേറ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% compounded quarterly. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. സോ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ എഴുതാം, E is equal to
1 plus 0.08 divided by എത്ര quarters ഉണ്ട് 4 quarters the whole raised to 4 minus 1 into 100 so എന്ത് കിട്ടും 1.0.08 divided by 4 എന്ന് കിട്ടും 1.02 raised to 2 raised to 4 minus 1 into 100 so എങ്ങനെ ചെയ്യാൻ കാൽക്കുലേറ്റർ 1.02 into equal to 2 times 3 4 minus 1 into 100 ഇതാണ് 8.24 percentage 8.24 percentage 8.24 percentage okay then next one what is the effective interest is corresponding to 10 percentage per annum interest is compounded half yearly ആകുമ്പോൾ സെയിം നമുക്ക് നേരത്തെ ക്വാർട്ടറിൽ ചെയ്തു ഹാഫ് ഇയർലി ആകുമ്പോൾ നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ എഴുതാം ഇ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 0.10 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 100 സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടും 1.05 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 100 so there are 1.05 square 1.05 into equal to minus 1 into 100 right now 10.25 percentage 10.25 percentage 10.25 percentage then next one difference between simple interest and compound interest on a sum for 3 years 3 years at 5% is 228.75 നമുക്ക് അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം p കണ്ടുപിടിക്കാം so difference between simple interest and compound interest for 3 years so 3 years വന്നാൽ ഫോർമുല എന്താണ് pi square into I plus 3 equal to 228.75 നേരെ വാല്യൂ ഇട്ട് കൊടുക്കുക p into I എത്രയാണ് 0.05 സ്ക്വയർ ഇൻറ്റു 3.05 ഈക്വൽ ടു 228.75 ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം p കണ്ടുപിടിക്കാനായിട്ട് സോ ദാറ്റ് മീൻസ് ഈ RHS വാല്യൂവിനെ ഇത് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം സോ അവിടെ എം പ്ലസിൻ്റെ മെമ്മറി ട്രിക്ക് കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യാം 0.05 ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു 3.05 ഈക്വൽ ടു നേരെ എം പ്ലസ് ചെയ്യുക 228.75 divided by MRC equal. So P എത്ര കിട്ടി 30,000 എന്ന് കിട്ടി കാൽക്കുലേറ്ററിൽ മാത്രമേ ചെയ്യാവുള്ളൂ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് എഴുതി പ്രാക്ടീസ് ചെയ്യരുത് സോ 30,000 എന്ന് കിട്ടി ദെൻ നമുക്കിനി എന്താണ് P ആണോ കണ്ടുപിടിക്കണം അല്ല ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം ഏത് സം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ 30,000 പുറത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം for 2 years at 5% per annum. So compound interest on the sum. Compound interest in the formula എന്താണ് P into 1 plus I the whole raised to n minus 1 അല്ലേ so P എത്രയാണ് 30,000 into 1 plus I 1.05 raised to 2 minus 1 so 1.05 into equal to minus 1 into 30,000 right to answer 3,075 3,075 3,075 okay then the rate of simple interest on a sum of money at 6% per annum for the first year and 8% per annum for the next 5 years and 10% per annum for year beyond 8 years if the simple interest accrued by the sum for a period of 10 years so ആദ്യത്തെ 3 വർഷം 6% പിന്നത്തെ 5 വർഷം 8% സോ 8 വർഷത്തിന് മുകളിലേക്ക് 10% സോ മൊത്തം 10 വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് 10 വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് 10 വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് 1,560 ദാറ്റ് മീൻസ് 3 സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത്
3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നത്തെ 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നത്തെ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് എത്രയാണ് 1560. ഓക്കെ, എങ്ങനെ എഴുതാം? സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. പി ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. പി ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് PIT അല്ലേ, 0.06 ഇൻറ്റു 3 പ്ലസ് പി ഇൻറ്റു 0.08 ഇൻറ്റു 5 പ്ലസ് പി ഇൻറ്റു 0.10 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1560. 1560. സോ നേരെ എന്ത് കിട്ടും? 0.18p പ്ലസ് 0.40p plus 0.20p is equal to 1560. 0.78p is equal to 1560. That implies p is equal to 1560 divided by 0.78. Ready? 2000. 2000 rupees ഇൻവെസ്റ്റ് ചെയ്താലാണ് 3 വർഷം കൊണ്ടും. ദെൻ പിന്നീട് പ്രിൻസിപ്പലിന് എന്താണ്, ഒരു ചേഞ്ചും വരത്തില്ല. ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ 2000 തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ത്രൂ ഔട്ട്. നെക്സ്റ്റ് വൺ, എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇറ്റ് വുഡ് ബി ട്രിപ്പിൾ ഇറ്റ് സെൽഫ്. നമുക്കിവിടെ നോർമലി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് തരും. സോ ഡബിൾ ആകുക മീൻസ് 2 times. എത്ര വർഷമാണ്? 10 years. ദെൻ ഇറ്റ് വുഡ് ബി ട്രിപ്പിൾ മീൻസ് 3 times ആണ്. നമുക്ക് ഒരിക്കലും ഈ 2 raised to something അല്ല ഒരിക്കലും 3 വരുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ഒരു ക്ലൂ ആണ്. ഇപ്പോൾ നമുക്ക് 2 times ദെൻ 32 times അല്ലെങ്കിൽ 16 times എന്നൊക്കെയാണ് പറയുന്നത്. 2 raised to something ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ക്ലൂ കിട്ടും. ഇവിടെ 2 raised to something അല്ല, നമുക്ക് ഒരിക്കലും എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ഫിഗർ കിട്ടില്ല. 3 എന്ന് പറയുന്ന 2 raised to ഒരു സംതിങ് അല്ല. നോർമലി തരും, തന്നില്ല എങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇത് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കിയത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫോർമുല എന്താണ്? T1 divided by T2 is equal to N1 minus 1 divided by N2 minus 1. So 10 divided by T2 is equal to 2 minus 1 divided by 3 minus 1. That implies 10 divided by T2 is equal to 1 by 2. Cross multiply method T2 is equal to 20. 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 Then okay, next question. A certain sum of money amounts to rupees 6,300 in 2 years and 7,875 in 3 years 9 months. 3 years 9 months at simple interest rate. So the simple interest rate. Then find the rate per annum. So നമുക്ക് തന്നിരിക്കുന്നത് amounts to ആണ്. That means accumulated amount ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? A is equal to P into 1 plus IT അല്ലെ. ഫസ്റ്റ് കേസിൽ 6,300 equal to P into 1 plus 2I. Then second scenario 7,875 in P into 1 plus 3 years and 9 months. നമ്മളെപ്പോഴും മന്ത്സിലല്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ഇയറിൽ വേണം. 9 months എന്ന് പറയുമ്പോൾ 9 divided by 12 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 9 divided by 12 എത്രയാണ്? 0.75. ദാറ്റ് മീൻസ് 3.75 into I. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സോ വലുത് ഇക്വേഷൻ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 divided by 1. 7,875 divided by 6,300 is equal to P into 1 plus 3.75I divided by P into 1 plus 2I. And then P get cancelled. 7,875 divided by 6,300. Okay, 1.25. And then 1 plus 3.75I equal divided by 1 plus 2I. നേരെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 3.75I is equal to 1.25 plus 2.5I. So 3.75 minus 2.5
ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഐ ടേംസ് ഇവിടെ വരുമ്പോൾ 1.25 ഐ ഇസ് ഈക്വൽ ടു 1.25 ഈ 1 ഇപ്പോഴേക്ക് വരുമ്പോൾ -1 ആകും. therefore എന്ത് കിട്ടും? 0.25. therefore ഐ ഇസ് ഈക്വൽ ടു 0.25 ഡിവൈഡഡ് ബൈ 1.25. 0.25 divided by 1.25 എത്ര കിട്ടും? 0.2. that means 20%. 20%. Okay. Then rupees 10,000 be invested at an interest rate of 5% and interest be added to the principal every 10 years. Then the number of years in which it will amount to rupees 2,000. So 10,000 rupees invest ചെയ്തു. 5% ഇൻട്രസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 10 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. ഓരോ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ആഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. 10 വർഷം കഴിയുമ്പോൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ 2000 ആകാൻ എടുക്കുന്ന ടൈമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ 10 years കഴിയുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 0.05 ഇൻറ്റു 10. ദാറ്റ് മീൻസ് എത്ര കിട്ടും? 500. 10 വർഷം കഴിയുമ്പോൾ എന്താണ് ഈ കിട്ടിയ 500 എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും? 1000 പ്ലസ് 500 ഈക്വൽ ടു 1500. ദെൻ 10 വർഷം കഴിയുമ്പോൾ എന്താണ് ഈ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എത്ര വർഷം കൊണ്ടാണ് എനിക്കത് 2000 ആകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്തുവരും 2000 ആകുക മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് 2000 ഇസ് ഈക്വൽ ടു ഇപ്പോൾ എത്രയാണ്? 500 ആഡ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ എത്രയാണ്? 1500 ഇൻറ്റു 1 പ്ലസ് 0.05 ടി. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. 2000 ഡിവൈഡഡ് ബൈ 1500 മൈനസ് 1 ഡിവൈഡ് ബൈ 0.05 കിട്ടും 6.6666 ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡെസിമലിലല്ല, ഓൾറെഡി ഒരു 10 വർഷം കൊണ്ടാണ് നമുക്ക് 500 ആയത്. ഇവിടെയാണ് നോർമലി സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് നോക്കാം. 2/3 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0.6666 എന്ന് കിട്ടുന്നുണ്ട്. സോ സ്റ്റുഡൻസ് നോർമലി ചോയ്സ് ഡി എടുക്കും. ബട്ട് ചോയ്സ് ഡി അല്ല. നമുക്ക് 1500 2000 ആകാൻ വേണ്ട ടൈം അല്ല ചോദിച്ചിരിക്കുന്നത്. 1000 2000 ആകാൻ വേണ്ടിയാണ്. 1000 10 വർഷം കൊണ്ടാണ് 500 ചേർന്ന് 1500 ആയത്. ദെൻ ഈ 1500 ആണ് എന്ത്? 6 and 2/3 years കൊണ്ട് 2000 ആവും. therefore ടോട്ടൽ ടൈം എന്ത് വരും? 10 പ്ലസ് 6 and 6.666 that means 16.666 that means 16 and 2/3 years. 16 and 2/3 years. ഇവിടെ നോർമലി സ്റ്റുഡൻസ് ഈ 1500 2000 ആകാനുള്ള ടൈം എടുക്കും. ചോയ്സ് പർപ്പസ്ഫുള്ളി ആണ് ഡി ചോയ്സ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അതിലേക്ക് വീഴരുത്. ടോട്ടൽ ടൈം എടുക്കുന്നത് 16 and 2/3 years ആണ്. 16 and 2/3 years ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person borrows rupees 5,000 for 2 years at 4% per annum simple interest. He immediately lend to another person for 6 and 1/4. 1/4 means 0.25. So 4% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ബോറോ ചെയ്തിട്ട് 6.25% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുത്തു അല്ലെങ്കിൽ ലെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ. ഒരു വർഷത്തെ ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ. സോ നമുക്ക് എപ്പോഴും ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടിയത് മൈനസ് കൊടുത്തത്. കിട്ടിയത് എത്രയാണ്? 5000 ഇൻറ്റു 6.25 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 മൈനസ് 5000 ഇൻറ്റു 4 divided by 100 into 2. So that means നമുക്ക് obviously നമുക്ക് പോയിന്റ് ഡെസിമൽ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. 5000 into 0.0625 into 2 625 കിട്ടും. മൈനസ് 5000 into 0.04 into 2
നമുക്ക് 3400 കിട്ടി. ദാറ്റ് മീൻസ് ടോട്ടൽ ഗെയിൻ എത്രയാണ്? 225 ആണ് ഗെയിൻ പെർ ഇയർ. എത്ര കിട്ടും? 225 ഡിവൈഡഡ് ബൈ 2 112.50 112.50 112.50. Then next one. A person deposited 5,000 in a bank. The deposit was left to accumulate 6% compounded quarterly for the first 5 years and 8% compounded semi-annually for the next 8 years. Compounded amount after 13 years. അപ്പോൾ നമുക്ക് 13 ഇയേഴ്സും ഒരേ റേറ്റ് അല്ലെങ്കിൽ ഒരേ കോമ്പൗണ്ടിങ് അല്ല. ആദ്യത്തെ 5 വർഷം ഒരു രീതിയാണ്, പിന്നത്തെ 8 വർഷം വേറെ രീതിയാണ്. സോ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയേഴ്സിലെ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാം. കോമ്പൗണ്ടഡ് ഫസ്റ്റ് 5 ഇയേഴ്സ് ആണ്, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്. ദെയർഫോർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടി 6% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ എങ്ങനെ എഴുതാം? A is equal to P into 1 plus I by 4 the whole raised to 40. So that implies 5,000 into 1 plus 0.06 divided by 4 the whole raised to 20. So that means 5,000 into 1.015 raised to 20. So calculator കണ്ടുപിടിക്കുക. 1.015 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 into 5,000. Ready? 6,734.27. 2 ഡിജിറ്റ് എടുക്കുകയാണ്. 2750 സംതിങ് വരുന്നുണ്ട്. 27 വരെ എടുത്തു. കണ്ടോ? 5 വർഷം കഴിയുമ്പോൾ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് ഇതാണ്. ദെൻ അടുത്ത നെക്സ്റ്റ് 8 ഇയേഴ്സ്. സോ ദാറ്റ് മീൻസ് അപ്പോൾ വരുന്ന പ്രിൻസിപ്പൽ എന്താവണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഓരോ വർഷം കഴിയുമ്പോഴുള്ളതാണ് പുതിയ ഐക്യത പ്രിൻസിപ്പൽ. സോ ഇവിടെ നെക്സ്റ്റ് 8 ഇയേഴ്സിലെ A is equal to P ഇവിടെ വരും 6,734.27 അല്ലാണ്ട് 5,000 എടുക്കരുത്. നെക്സ്റ്റ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് സെമി ആനുവൽ ആണ്, 8% ആണ്. ദെയർഫോർ നമുക്ക് എന്ത് കിട്ടും? 1 plus 0.08 divided by 2 the whole raised to 2t. That means 2 into 8 is 16. So 6,734.27 into 1.04 raised to 16. So that means 1.04 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 into 6,734.1.04 equal to 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 into 6,734.27. Right answer 12,613.16. സ്റ്റോറേജ് റേറ്റ് അടുത്ത് വരുന്നത് 12,613.1. ഇവിടെ അല്ലാണ്ട് ചെറിയ പോയിന്റ് ഡിഫറൻസിന് നൺ ഓഫ് ദീസ് ഒന്നും ഓപ്റ്റ് ചെയ്യരുത്. Then next question. In how much time would the simple interest on a sum be? 0.125 times the principal. So that means എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പലിന്റെ 0.125 ടൈംസ് ആകുക മീൻസ് അത്ര ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല I is equal to PIT ആണ്. I എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പലിന്റെ. സോ I ഈക്വൽ ടു PIT. I എത്രയാണെന്നാണ് ഇട്ട പ്രിൻസിപ്പലിന്റെ 0.125 ടൈംസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം 0.125P is equal to P into I 0.10 into T. നേരെ നമുക്ക് എന്ത് ചെയ്യാം? P get cancel. T is equal to 0.125 divided by 0.1. That means 1.25 years. 1.25 years means എന്താണ്? 1 and 1/4 years. 1 and 1/4 years. 1 and 1/4 years. Clearly?
A machine worth rupees, next question, a machine worth rupees 4,90,740 is depreciated at 15% when its value be reduced to 2 lakhs. So നമുക്ക് ഇവിടെ WDV തന്നിട്ടുണ്ട്, കോസ്റ്റും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, എത്ര വർഷം കൊണ്ട് നമുക്ക് പീരീഡ് ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നോക്കാം, WDV 2 lakh ആണ്, 2 lakhs is equal to 4,90,740 into 1 minus 0.15 the whole raised to n ആണ് കണ്ടുപിടിക്കേണ്ടത്. So 2 lakh നമുക്ക് ചെയ്യാം, 2 lakh divided by 4,90,740 is equal to നമുക്ക് 0.4075 എന്ന് എടുക്കാം, 0.85 the whole raised to n. സോ നമുക്ക് ഒറ്റയടിക്ക് നോർമലി നമ്മൾ ചെയ്യുന്നത് 0.85 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ എത്ര തവണ പവർ ചെയ്താൽ നമുക്ക് 0.4075 കിട്ടും. നമ്മുടെ ചോയ്സിൽ ഇങ്ങനെ അടുത്തടുത്തുള്ള ചോയ്സ് വന്നുകൊണ്ട് നമുക്ക് എന്താണ് ആ മെത്തേഡ് നടക്കില്ല, രണ്ട് സൈഡിലും എന്ത് ചെയ്യേണ്ടി വരും, ലോഗ് എടുക്കേണ്ടി വരും. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. നോർമലി കിട്ടുന്നില്ല എങ്കിൽ ചെയ്യേണ്ട മെത്തേഡാണ് രണ്ട് സൈഡും ലോഗ് എടുക്കുക. സോ ലോഗ് 0.4075 ഈക്വൽ ടു ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ n ലോഗ് 0.85. ദെൻ ലോഗ് കണ്ടുപിടിക്കാൻ ലോഗ് m ടു ദ ബേസ് 10. ബേസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബേസ് എന്തായിട്ടാണ് എടുക്കുന്നത്, 10 ആയിട്ട്. സോ അതാണ് നമ്മുടെ കാൽക്കുലേറ്റർ ട്രിക്ക് ഉള്ളത്. ഫസ്റ്റ് ഇവിടെ ലോഗ് എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് എന്താണ് 0.4075 അടിക്കുക, ദെൻ റൂട്ട് 15 ടൈംസ്, ദെൻ -1, ദെൻ ഡിവൈഡഡ് ബൈ 0.000070,271. നേരെ കാൽക്കുലേറ്റർ ചെയ്യാം, 0.4075 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then -1 divided by 0.000070,271 equal to എന്ത് കിട്ടും, -0.389858 then n into ഇതേപോലെ ലോഗ് 0.85 കണ്ടുപിടിക്കുക, 0.85 then root 15 times 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 -1 divided by 0.000070,271 കിട്ടും -0.070579. സോ എന്നെ കണ്ടുപിടിക്കാൻ രണ്ടത്തും മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആകും. 0.389858 ഡിവൈഡ് ബൈ മാസ് ഈക്വൽ എത്ര കിട്ടും, 5.5 ഇയേഴ്സ്. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോർമലി സ്റ്റുഡൻസ് ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. 5.5 ഇയേഴ്സ്, ദാറ്റ് മീൻസ് പകുതി വർഷം എന്ന് പറഞ്ഞാൽ 6 മാസമാണ്, അല്ലാണ്ട് 5 മാസം അല്ല. ഇവിടെ നോർമലി ഇത്രയും ചെയ്തിട്ട് വരുന്നത് തെറ്റാണ്. ഈ ചോയ്സ് സി പിക്ക് ചെയ്യരുത്. 0.5 ഇയേഴ്സ് മീൻസ് 5 years and 6 months. So answer 5 years 6 months. 5 years 6 months. Then next question. At what time which a sum of money 8 times of itself, that means 8 times of itself in 15 years. At what time which a sum of money is 8 times of itself if it doubles itself in 15 years. That means 2 times compound interest തന്നിട്ടുണ്ട്, 2 times double means 2 times in 15 years. Then എത്രയാണ് 8 times അല്ലേ, 8 times in dash years. 8 times എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻³ ആണ്. നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലെ ഷോർട്ട് കട്ട് ഫോമുല. 2 times in 15 years then 2⁻³. that means 15 into 3 വരും. 15 into 3 എത്രയാണ്, 45 ഇയേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സമ്മ 15 വർഷം കൊണ്ട് ഡബിൾ ആവുമെങ്കിൽ 45 ഇയേഴ്സിലായിരിക്കും 8 ടൈംസ് ആകുന്നത്. 8 ടൈംസ് ആകുന്നത്. Next one, the compound interest on a certain sum for 5 years for the first year is 25. Then simple interest at the same money 5 years for 2 years will be. So ഒരു വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 25 രൂപയാണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് എഴുതാതെ കോൺസെപ്ച്വലി ചെയ്യണം. ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 25 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിലെയും എത്ര തന്നെ ആയിരിക്കും, 25 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താണ്,
എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ്. സോ സെക്കൻഡ് ഇയറിലും 25 തന്നെ ആയിരിക്കും. ദെൻ രണ്ടും കൂടെ ചേർത്തിട്ട് എത്ര കിട്ടും? 50 കിട്ടും. 2 വർഷത്തെ ഉണ്ടാവും. ഒരു ഫോമുലയും വേണ്ട. അല്ലാണ്ട് ഉടനെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും ഫോമുല അപ്ലൈ ചെയ്ത് ടൈം എടുത്ത് ചെയ്ത് സമയം കളയരുത്. Then next one. The simple interest on a sum of money at 12% for 2 years is 3,600. The compound interest on the same sum for 2 years. So first നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3,600 കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ അത് യൂസ് ചെയ്ത് പി കണ്ടുപിടിക്കാം. പി ഇൻറ്റു 0.12 ഇൻറ്റു 2. ദെയർഫോർ പി എത്ര കിട്ടും? 3,600 ഡിവൈഡ് ബൈ 0.24. That means 15,000 പി കിട്ടി. ദെൻ ഈ 15,000 പുറത്ത് സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോമിൽ എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു n മൈനസ് 1. സോ പി എത്രയാണ്? 15,000 ഇൻറ്റു 1.12 സ്ക്വയർ മൈനസ് 1. 1.12 square minus 1. 1.12 into equal to minus 1 into 15,000. Right to answer 3,816. 3,816. 3,816. Then next question. Mr. X invest P amount. Simple interest P amount at 10%, and Mr. Y invest Q amount. Compound interest rate at 5% compounded annually. At the end of 2 years, both get same amount of interest. Then the relation between the amounts ആണ് P and Q ആണ് ചോദിച്ചിരിക്കുന്നത്. So Mr. X, Mr. Y. Mr. X എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 10% per annum. P amount 2 years. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. ക്യൂ ആണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. 5% ആണ് 2 years. 2 വർഷം കഴിയുമ്പോൾ 2 പേർ കിട്ടുന്ന ഇൻട്രസ്റ്റ്. മിസ്റ്റർ എക്സിന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്? പി ഇൻറ്റു 0.10 ഇൻറ്റു 2. അത് എന്തിനോട് ഈക്വൽ ആണ്? മിസ്റ്റർ വൈക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. മിസ്റ്റർ വൈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ക്യൂ ആണ്, പി അല്ല. ശ്രദ്ധിക്കണം, ക്യൂ ആണ്. ക്യൂ എമൗണ്ട് ആണ്. So Q into 0.05 into 2. So that means നമുക്ക് എങ്ങനെ എഴുതാം? 0.20 P is equal to 0.02 P is equal to നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. Q into 1.05 square minus 1 അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1.05 into equal to minus 1 ആണ് 1.025 Q. That means നമുക്ക് P equal to ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നത്. 0.125 Q. 0.1025 Q divided by 0.20. ഈ ഡെസിമൽ മാറ്റാനായിട്ട് മുകളിലും താഴെയും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1025 Q ഡിവൈഡഡ് ബൈ 2000. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 25 വെച്ച് ചെയ്താൽ 41 Q ഡിവൈഡഡ് ബൈ 80 എന്ന് കിട്ടും. ചോയ്സിലുണ്ടല്ലോ 41 Q ഡിവൈഡഡ് ബൈ 80. 41 Q ഡിവൈഡഡ് ബൈ 80. Then next one. The difference between simple interest and compound interest is rupees 72 at 12% for 2 years. So നേരെ നമുക്ക് ഫോർമുല 2 yearsൽ എന്താണ്? PI സ്ക്വയർ ആണ് 72, I 0.12 സ്ക്വയർ equal to 72. That implies P equal to 72 divided by 0.12 and 5,000. 5,000 is the right answer. Then a simple interest on a sum of money at 6% per annum for 7 years is equal to simple interest on another sum
for 9 years at 5%, then the ratio of sum ആണ്. Ratio will be കൊണ്ട് ഉദ്ദേശിക്കുന്നത് ratio of sum will be. So റീസെൻ്റ്ലിയൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റിലൊക്കെ ചോദിച്ചുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സം, റേഷ്യോ ഓഫ് സം. സോ പി ഇൻവെസ്റ്റ് ചെയ്യുന്ന നോക്കിയാൽ ആദ്യത്തെ സമ്മ് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ 7 years, അത് എന്തിനോട് ഈക്വൽ ആണ്? 2 times another sum 5% 9 yearsലേക്ക്. So that implies നമുക്ക് എങ്ങനെ എഴുതാം? 0.42p is equal to 0.90q. So that implies p by q equal to 0.90 divided by 0.42, decimal മാറ്റിയാൽ 90 divided by 42. നമുക്ക് എങ്ങനെ എഴുതാം? 15 divided by 7 അല്ലെങ്കിൽ 15:7. 15:7. 15:7. Okay. Then നമുക്ക് അടുത്ത ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇങ്ങനെ വന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് വരും എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബൈ മിസ്റ്റേക്ക് ക്ലർക്ക് calculated the simple interest on a principal for 5 months at 6.5% instead of 6 months at 5.5%. Error in calculation was 25.40, the original sum of principal. So 6 മാസത്തേക്ക് 5% എടുക്കേണ്ടത് എങ്ങനെ എടുത്തു? 5 മാസത്തേക്ക് 6% എടുത്തു. അങ്ങനെ വന്നപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. therefore എറർ എന്താണ്? കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് റോങ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് റോങ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഈ എറർ എന്ന് പറയുന്നത്. സോ കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? പി ഇൻറ്റു ഇങ്ങനെ വരുന്ന ഡെസിമൽ വരുന്ന കേസിൽ നമ്മുടെ മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ബൈ 100 ഫോർമാറ്റ് എടുക്കാറുണ്ട്. ബിക്കോസ് കൂടുതൽ ഡെസിമൽ വന്നിട്ട് ഒരു കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. 5.5, സോ 0.05 എടുക്കുന്ന 0.055 എടുക്കുന്നതിനും 5.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6/12 മൈനസ് പി ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5/12 is equal to 25.40. സോ നേരെ ചെയ്യുമ്പോൾ 5.5 ഇൻറ്റു 6 നമുക്ക് എത്ര കിട്ടും? 33p ഡിവൈഡഡ് ബൈ താഴെ 1200 മൈനസ് ഇവിടെ എത്ര വരും? 32.5p ഡിവൈഡഡ് ബൈ 1200 ഇസ് ഈക്വൽ ടു 25.40. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ് ന്യൂമറേറ്ററിൽ. ഇപ്പോൾ എന്താണ് അവിടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore നമുക്ക് എങ്ങനെ എടുക്കാം? 33ൽ നിന്ന് 32.5 പോയാൽ 0.5p ഡിവൈഡഡ് ബൈ 1200 ഈക്വൽ ടു 25.4. ദാറ്റ് ഇംപ്ലൈസ് p ഈക്വൽ ടു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം 25.4 ഇൻറ്റു 1200 ഡിവൈഡഡ് ബൈ 0.5 റേറ്റ് നമുക്ക് 60,960. 60,960. 60,960. Then next question. Simple interest on a sum of money is 4/9 of principal and number of years equal to the rate of interest per annum. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഏതാണോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ 9/4 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 10% ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് വരും? അവിടെ ഡെസിമൽ ആക്കുന്നത് 10 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല I is equal to PIT ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4/9p is equal to p ഇൻറ്റു ഇപ്പം നമ്മൾ ഒറിജിനൽ I നമ്മൾ നോർമലി ഡെസിമലാണെന്നുള്ളത് ഇൻറ്റു ഡിവൈഡ് ബൈ 100 ആക്കുക. അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ട് വരും. ഐയും നമ്മൾ ടിയും നമ്മൾ I എന്ന് എടുക്കും. ദാറ്റ് മീൻസ് ടി എടുത്തത് എന്താണെന്നുള്ള മീനിങ്ങിലോട്ട് വരും. ഡെസിമലിലാണ് എന്ന് പറയും. 10% ആണെങ്കിൽ 10 years ആണ് വരേണ്ടത്, അല്ലാണ്ട് 0.10 year എന്നല്ല വരേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ എന്താണ് ഡിവൈഡഡ് ബൈ 100 എന്ന് എടുത്തു ഇൻറ്റു. സോ ദാറ്റ് മീൻസ് ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ്. ദാറ്റ് മീൻസ് ആക്ച്വൽ വാല്യൂ ആണ്. ഇൻറ്റു ടി എന്ത് വരും? ഇൻട്രസ്റ്റ് റേറ്റ് I% ആണെങ്കിൽ ടി ഈക്വൽ ടു എന്താണ്? I ആണ് വരുന്നത്. അങ്ങനെ എടുത്തു. therefore നമുക്ക് എന്ത് ചെയ്യാം? p ഗെറ്റ് ക്യാൻസൽ. then ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 9 ആണ് I സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് I ഈക്വൽ ടു റൂട്ട് ഓഫ് 400 ഡിവൈഡഡ് ബൈ 9 20 ഡിവൈഡഡ് ബൈ 3 അത്രയും പെർസെൻറ്റേജ്.
20 divided by 3 percentage. 20 divided by 3 percentage. 20 divided by 3 percentage. The next question, Mr. X invest rupees 90,500 in post office at 7% per annum simple interest. While calculating, the rate was wrongly taken as 5.7. 7.5 varam 5.7 എടുത്തു. Difference in maturity 9,774. ഡിഫറൻസ് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ്, ഇൻട്രസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് പോർഷൻ എടുക്കുന്നതാണ് എളുപ്പം. സോ ദാറ്റ് മീൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇൻട്രസ്റ്റിൽ വരുന്ന ഡിഫറൻസ് എങ്ങനെ എടുക്കാം, ആക്ച്വൽ. ദാറ്റ് മീൻസ് 90,500 ഇൻറ്റു ആക്ച്വൽ എത്രയാണ് 0.075 ഇൻറ്റു ടി മൈനസ് 90,500 ഇൻറ്റു 0.057 ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 9,774. 9,774. നേരെ എടുക്കാൻ നമുക്ക് രണ്ടിലും 90,500 കോമൺ ആയിട്ടുണ്ട്. രണ്ട് ടേം ആണുള്ളത്. അല്ല, രണ്ട് ടേമിലും 90,500 കോമൺ ആണ്. ഇൻറ്റു 0.075 ടി 0.90,500 ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ദെൻ മിച്ചം എന്താണുള്ളത് 0.075 മൈനസ് 0.057 കിട്ടും 0.018 equal to 9,774. Therefore T is equal to നമുക്ക് എന്ത് ചെയ്യാം 90,500 into 0.018 അടിക്കുക n plus 9774 divided by MRC equal എത്ര കിട്ടും 6 years. 6 years. Okay. 6 years. Then next question. Partners. A and B together lend 3,903. റീസെൻ്റ്ലി വന്ന മോക്ക് ടെസ്റ്റിൽ വരെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 3,903 എയും ബിയും 3,903 ആണ് ലെൻഡ് ചെയ്യുന്നത് 4% ഇൻട്രസ്റ്റ് റേറ്റിൽ. ആഫ്റ്റർ എ സ്പാൻ ഓഫ് 7 years A gets the same amount as B gets, then the interest amount. ലെൻഡ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. 3,903 ആണ്. സോ എ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പി ആണെങ്കിൽ ഒബ്വിയസ്ലി പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ടോട്ടലിൽ നിന്ന് 3,903 മൈനസ് പി ആയിരിക്കും ബിയുടെ ഇൻവെസ്റ്റ്മെന്റ്. സോ എ കിട്ടുന്ന പി ഇൻറ്റു 1.04 raised to 7 is equal to 3,903 minus p into 1.04 raised to 9. So that means I can slide 2. That implies p equal 3,903 minus p into 1.04 and a square equal to 1.0816. So that implies p equal to 1.0816 into 3,903. 4,221.4848 minus 1.0816p. So നേരെ എന്ത് വരും 2.0816p equal to 4,221.4848. Therefore p equal to 4,221.4848 divided by 2.0816. 2028. 2028. 2028. Okay. Next question. Sum of money invested compound interest doubles an investment in 4 years. Then 32 times of itself. നമുക്ക്
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഷോർട്ട് കട്ട് ഫോമിൽ അപ്ലൈ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സം ഓഫ് മണി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡബിൾസ്, ദാറ്റ് മീൻസ് 2 times in 4 years, then 32 times in dash years. 32 times എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 5 ആണ്. 4 into 5, that means 20 yearsലായിരിക്കും എന്ത് വരുന്നത്? 20 yearsലായിരിക്കും സമ്മ എത്ര ടൈംസ് ആകുന്നത്? 32 times ആകുന്നത്. 32 times. Then next one. A certain sum of money was invested at simple interest, rate of interest for 3 years. If the same has been invested at a rate that was 7% higher. So ഏതോ ഒരു സമ്മ ഏതോ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ 3 വർഷത്തേക്ക് ഇട്ടു. ഇൻട്രസ്റ്റ് റേറ്റ് 7% കൂടിയാൽ എക്സ്ട്രാ the interest amount would have been 882 more. That means 882 രൂപ sorry കൂടുതൽ കിട്ടും. എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് 7% കൂടിയാൽ. 7% കൂടിയാൽ. സോ പി ഇൻറ്റു നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴല്ലേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. 7% ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ. സോ പി ഇൻറ്റു ഐ എന്നുള്ള എത്രയും I+7 ഡിവൈഡഡ് ബൈ 100. അല്ലെങ്കിൽ നമ്മൾ I+0.07 എടുക്കണം. സ്റ്റുഡൻസ് നോർമലി വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. I+7 എടുത്തു പോകും. ഐ ഡെസിമൽസിലാണ് നമ്മൾ നോർമലി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സാക്ട് ആയിട്ട് ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണം. I+7 into 100 into 3 I+7 into 100 into 3 minus P into I into 3 divided by 100 എത്രയാണ്? 882. 7% കൂടുതൽ കിട്ടിയപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് നോർമൽ ഐയെക്കാട്ടിലും 882 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അടുത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വരും. 3PI പ്ലസ് 21P മൈനസ് 3PI divided by 100 is equal to 882. So 3PI get cancelled. That implies 21P equal to 882 into 100. So that implies P equal to 882 divided by 21 into 100. 4,200. 4,200. 4,200. Next one. A sum of rupees 44,000 divided in such a way that into 3 parts, corresponding interest earned after 2 years, 3 years and 6 years may be equal if the interest rate of simple interest 6%, 8% and 6% respectively, then the smallest of each part. Smallest sum will be, so 44,000നെ എത്രയായിട്ടാണ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയുന്നത്. നമുക്ക് എക്സ് വൈ ഇസഡ് മൂന്നിൻ്റെയും പുറത്ത് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എക്സ് ഇൻറ്റു 0.06 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? വൈയുടെ പുറത്ത് 8% ഇൻട്രസ്റ്റ് റേറ്റിൽ 3 വർഷത്തെ, അത് എന്തിനോട് ഈക്വൽ ആണ്? ഇസഡിൻ്റെ പുറത്ത് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ 6 വർഷത്തേക്ക്. സോ ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം? 0.12x is equal to 0.24y is equal to 0.36z. Okay. So that implies നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ എഴുതാം? ഡെസിമൽ മാറ്റുവാണെങ്കിൽ എല്ലാത്തിനെയും 100 കൊണ്ട് 12x ഈക്വൽ ടു 24y ഈക്വൽ ടു 36z. 12x equal to 24y equal to 36z. So എങ്ങനെ എഴുതാം? സോ ഇതിനെ മൊത്തത്തിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x equal to 4y equal to
6z. സോ ഇതിനെ ഒന്നുകൂടെ 12 കൊണ്ട് പറ്റും അല്ലേ. നമുക്ക് 6 വേണ്ടായിരുന്നു, നമുക്ക് 12 കൊണ്ട് തന്നെ പറ്റുമായിരുന്നു. എക്സ് ഈക്വൽ ടു 2y ഈക്വൽ ടു 3z. സോ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് 2 ടേംസ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു y, ദാറ്റ് മീൻസ് എക്സ് ബൈ വൈ ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? 2/1. സോ ദാറ്റ് മീൻസ് എക്സ് ഈസ് ടു വൈ എത്ര കിട്ടി? 2:1. That implies x is to y equal 2:1. Then അടുത്ത രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ y divided by z എന്ത് കിട്ടും? 3/2. That means y is to z എത്രയാണ്? 3:2. So x is to y is to z നമുക്ക് എഴുതാമല്ലോ. ഷോർട്ട് കട്ട് ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. 1:2, 3:2, 1, 3. That means 6:3:2. 6:3:2 എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 44,000 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6:2, 6:3:2. സോ ഏറ്റവും സിംപ്ലസ്റ്റ് പാർട്ട് 44,000 എങ്ങനെയാണ്? 6:3:2 ആണ് ഏറ്റവും സിമ്പിൾ. ഇത് 6x ആണെങ്കിൽ ഇത് 3x ആണ്, 2x ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 44,000 കിട്ടണം. സോ ദാറ്റ് മീൻസ് 11x 44,000 ആണ്. x is equal to 4,000. x 4,000 ആണെങ്കിൽ ഏറ്റവും കുറവ് ഏതാണ്? 2x ആണ്. 2 into 4,000 equal to 8,000. 2 into 4,000 is equal to 8,000. 8,000. The next one. The simple interest for a sum for 2 years is 10% per annum is 90 rupees. Corresponding compound interest. നമുക്ക് കോൺസെപ്ച്വലി ചെയ്യാൻ പറ്റണം. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 90 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലെ 90 ആണ്. ദാറ്റ് മീൻസ് എത്രയൊക്കെ ആയിരിക്കും? 45 ഈച്ച് അല്ലേ. സോ ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്ത് തന്നെ ആയിരിക്കും? 45 ആണ്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നത് എന്തുമാത്രമായിരിക്കും? ഈ 45 റുപ്പീസിന്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10% എത്ര കിട്ടും? ഈ 90യുടെ കൂടെ എത്ര കൂടെ കിട്ടും? 45 into 10% എത്രയാണ്? 90 plus 4.5, that means 94.5. 94.5. 94.5. 94.5. 94.5. Then next one. An amount if kept at simple interest of earn an interest of 600 in first 2 years, but kept at compound interest earns an interest of rupees 660. So 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 600ഉം 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 660 ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. PI² നമുക്ക് എത്ര എടുക്കാം? 660 minus 600, ദാറ്റ് മീൻസ് 60 ആണ്. PI² ഈക്വൽ ടു 60. ദെൻ നമുക്ക് പിയും ഐയും ചോദിച്ചിരിക്കുന്നത് നേരെ PI² 60 വരുന്ന നേരെ എന്ത് ചെയ്യാം? ചോയ്സ് മെത്തേഡ് നോക്കാം. 1200 into 0.2 into 0.2 എത്രയാണ് കിട്ടുന്നത്? ഫസ്റ്റ് വൺ 48 ആണ്, 60 അല്ല കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 1200 into 0.1 into 0.1 12 ആണ് കിട്ടുന്നത്, അതല്ല. ദെൻ അടുത്ത നോക്കിയാൽ 1500 into 0.2 into 0.2 എത്ര കിട്ടുന്നുണ്ട്? എക്സാക്ട്ലി 60 കിട്ടുന്നുണ്ട്. therefore P equal to 1500, I equal to 20%. P 1500ഉം I എത്രയാണ്? 20% ആണ്. 20%. 20%. The next one, sum invested at 4% per annum compounded semi-annually amounts to rupees 7,803 at the end of 1 year. Then P into compounded semi-annually. So P into 1.0, 1.02 അല്ലേ, 0.4 ആണെങ്കിൽ 1 plus 0.04 divided by 2 the whole raised to 2t is equal to 7,803.
2 അപ്പോൾ സെമി ആനുവലി at the end of 1 year. So T എത്ര വരും 1 എന്നാണ് 2. So that implies എന്ത് വരും P into 1.02 square equal to 7803. So that implies P നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 1.02 into equal to M plus ചെയ്യാം 7803 divided by MRC equal 7500. The next one, compound interest on a sum for 2 years is 30 and simple interest on the same rate of 10%. Compound interest on a sum for 2 years is rupees 30 more than simple interest. 30 more than simple interest at the rate of 5%. Now 30 more ആണ് compound interest. Simple interest നെക്കാട്ടിൽ 2 വർഷം കൊണ്ട് 30 കൂടുതലാണ്. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് തിരിച്ച് കറങ്ങി തിരിഞ്ഞ് പറഞ്ഞിരിക്കുന്ന 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ്. ദാറ്റ് മീൻസ് പി ഐ സ്ക്വയർ എത്രയാണ് 30 ആണ്. ദാറ്റ് മീൻസ് പി ഇൻറ്റു 0.05 the whole square equal to 30. So that implies P equal to 30 divided by 0.05 square 12,000. So ഇത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇൻട്രസ്റ്റ് പോർഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻട്രസ്റ്റ് പോർഷനിൽ നമ്മുടെ രണ്ടാമത്തെ ഏരിയ ആനുവിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമുക്ക് സ്ഥിരമായിട്ട് മാറി മാറി വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഫോർമുലാസ് പ്ലസ് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ആനുവിറ്റിയുടെ കേസിലേക്ക് വരാം. ദെൻ ആനുവിറ്റി നോക്കാം. ഫസ്റ്റ് ആനുവിറ്റി എന്താന്ന് പറയുന്നു, സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഓർ റെസീറ്റ്. സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ പേയ്മെന്റ് അല്ല, സീരീസ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസീറ്റ് ഉണ്ടാകണം. ആ സീരീസ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സിനെ ആനുവിറ്റി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, എമൗണ്ട് പെയ്ഡ് സെയിം ആയിരിക്കണം. എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് മസ്റ്റ് ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പീരീഡ് ആയിരിക്കണം. ആൻഡ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെന്റ് ഓർ റെസീറ്റ് മസ്റ്റ് ബി സെയിം. സോ ആക്ച്വലി 3 കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് എന്താണ്, സീരീസ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാവണം. ആ പറഞ്ഞ പീരീഡിൽ പേ ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്ത എമൗണ്ട് സെയിം ആയിരിക്കണം. ആ പീരീഡിലെ ഏത് 2 പേയ്മെന്റോ റെസീറ്റോ എടുത്തു കഴിഞ്ഞാലുള്ള ടൈം ഇന്റർവെൽ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷനും ക്യൂമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസ് ഓഫ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആനുവിറ്റി. ആനുവിറ്റി സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഓർ റെസീറ്റ്, എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ് സെയിം ആയിരിക്കണം. ടൈം ഇന്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് ത്രൂ ഔട്ട് ദ പീരീഡ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ആനുവിറ്റി. ആനുവിറ്റി അല്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. സിംഗിൾ ക്യാഷ് ഫ്ലോ. ടൈപ്സ് ഓഫ് ആനുവിറ്റി. നമുക്ക് ആനുവിറ്റി 2 ടൈപ്പ് ആണുള്ളത്. ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്പ്. ഒന്ന് ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി, അല്ലെങ്കിൽ ആനുവിറ്റി ഡ്യൂ അല്ലെങ്കിൽ ആനുവിറ്റി ഇമ്മീഡിയറ്റ്. സോ നമ്മൾ ആനുവിറ്റി റെഗുലർ ആണോ എന്ന് നോക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ റെസീറ്റ് എപ്പോഴാണ് നോക്കും, ഇഫ് ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് എൻഡിലാണ് ഫസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ റെസീറ്റ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ആനുവിറ്റി റെഗുലർ. അപ്പോൾ നമ്മളെപ്പോഴും ലോൺ എടുത്തു കഴിഞ്ഞാൽ EMI ഒക്കെയാണ് നമ്മൾ ആനുവിറ്റി എടുത്ത്, നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എടുത്ത ഉടനെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യില്ല, ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്. സോ നോർമലി നമുക്ക് ആനുവിറ്റി റെഗുലർ മീൻസ് എന്താ, ഫസ്റ്റ് പേയ്മെന്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ അതിനെ ആനുവിറ്റി റെഗുലർ എന്ന് വിളിക്കാം. ഒബിയസ്ലി സെക്കൻഡ് പേയ്മെന്റ് എന്ത് വരും, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് പേയ്മെന്റ് തേർഡ് ഇയർ ഉണ്ട്, അങ്ങനെ പൊക്കോളും. സോ ആനുവിറ്റി ഡ്യൂ ആണെങ്കിലോ, ഫസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസീറ്റ് ഷുഡ് ബി റൈറ്റ് നൗ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ റെസീറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആനുവിറ്റി ഡ്യൂ. സോ ഒന്ന് ആനുവിറ്റി റെഗുലർ, ഒന്ന് ആനുവിറ്റി ഡ്യൂ. സോ ആനുവിറ്റി റെഗുലർ, ആനുവിറ്റി ആണെങ്കിൽ സീരീസ് ഓഫ് പേയ്മെന്റ്സ് റെസീറ്റ്, എമൗണ്ട് സെയിം ആയിരിക്കണം, ടൈം ഇന്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പേയ്മെന്റ് സെയിം ആണെങ്കിൽ ആനുവിറ്റി ആണ്. അങ്ങനെ ആനുവിറ്റി ആകുന്ന ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്സ്. എന്തൊക്കെയാണ്, ആനുവിറ്റി റെഗുലർ. ആനുവിറ്റി റെഗുലർ ആണെന്ന് നിങ്ങൾ അറിയും, ഫസ്റ്റ് പേയ്മെന്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ്, ആനുവിറ്റി റെഗുലർ. ഫസ്റ്റ് പേയ്മെന്റ് ഈസ് റൈറ്റ് നൗ, അങ്ങനെയാണെങ്കിൽ ആനുവിറ്റി ഡ്യൂ. ഓക്കെ, ദെൻ നമ്മൾ ഫ്യൂച്ചർ
ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ, ആ 6 ഫോമുലയാണ് നമുക്ക് മേജർലി ഉള്ളത്. കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് ഫോമുല കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പ്രസന്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ, അപ്ലൈ ദിസ് സിംഗിൾ ഫോമുല ആൻഡ് ആൻസർ. ഇതായിരിക്കണം നമ്മുടെ അപ്രോച്ച്. എക്സാമിന് ടൈം ലിമിറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് 14 മാർക്കാണ്. നോർമലി ഇത്രയും കാര്യങ്ങൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊരു 10 മിനിറ്റിൽ ഈ പറഞ്ഞ 14 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ആ പേപ്പറിന് തന്നെ ജയിച്ചു. ഓക്കെ, അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസും വെയിറ്റേജും കൊടുക്കുക. ഫസ്റ്റ് ഫോമുലാസ് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് ഫോമുല മനസ്സിലാക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സ്പീഡിൽ ആവശ്യമില്ലാത്ത സ്റ്റെപ്സ് ഒഴിവാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ നമുക്കിവിടെ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ 3 ഫോമുലയാണ് എഴുതുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേസ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്, ഒറ്റയേ ഉള്ളൂ. അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ ഇൻ ദ സെൻസ് പറയുന്നത് ആനുവിറ്റി അല്ല. ഫ്യൂച്ചർ വാല്യൂവിന്റെ ഫോമുല വരുന്നത് ക്യാഷ് ഫ്ലോ, അതായത് ഇന്നത്തെ എമൗണ്ടിന് എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യണം, കോമ്പൗണ്ട് ചെയ്തു. ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേസ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഇന്നത്തെ എമൗണ്ടിനെ കോമ്പൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫ്യൂച്ചർ വാല്യൂ കിട്ടും. സോ CF ഇൻറ്റു 1 + I ദ ഹോൾ റേസ് ടു n. ദെൻ ഫ്യൂച്ചർ വാല്യൂ, ഇന്നത്തെ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്താൽ ആനുവിറ്റി അല്ലാത്ത കേസിൽ ഇന്നത്തെ എമൗണ്ട് ഇൻറ്റു 1 + I ദ ഹോൾ റേസ് ടു n. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് വരുന്ന അതേ ഫോമുലയാണ് ഇതിൽ വരുന്നത്, ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി regular is equal to A into 1 + I the whole raised to n minus 1 divided by I. A എന്ന് പറയുന്നത് ആനുവിറ്റി എമൗണ്ട്, എല്ലാ പീരീഡിലും അല്ലെങ്കിൽ എല്ലാ പീരീഡിലും നമുക്ക് വരുന്ന ഈക്വൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആനുവിറ്റി. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഫോമുല എന്താണ്, A into 1 + I the whole raised to n minus 1 divided by I into ന്യൂമറേറ്ററിൽ 1 + I. ഫ്യൂച്ചർ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് 3-4 കാര്യങ്ങളാണ്. ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേസ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഇന്നത്തെ എമൗണ്ട് ക്യാഷ് ഫ്ലോയെ ഇൻട്രസ്റ്റ് റേറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ചെയ്യുക, 1 + I the whole raised to n. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ആണെങ്കിൽ ഫോമുല എന്താണ്, ANI is equal to ANI കൊണ്ട് ഉദ്ദേശിക്കുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് ആഫ്റ്റർ n പീരീഡ് ഇൻട്രസ്റ്റ് റേറ്റ് I. സോ ANI is equal to A into 1 + I the whole raised to n minus 1 the whole divided by I. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണെങ്കിൽ A into 1 + I the whole raised to n minus 1 divided by I into 1 + I. ഓക്കെ, ദെൻ പ്രസന്റ് വാല്യൂവിന്റെ ഫോമുല, പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂവിലെ ഫ്യൂച്ചർ വാല്യൂ ഡെഫിനിഷൻ പ്ലസ് 3 ഫോമുല. പ്രസന്റ് വാല്യൂ അതേപോലെ പ്രസന്റ് വാല്യൂ ഡെഫിനിഷൻ പ്ലസ് 3 ഫോമുല. സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ, ആനുവിറ്റി റെഗുലറിന്റെ പ്രസന്റ് വാല്യൂ, ആനുവിറ്റി ഡ്യൂവിന്റെ പ്രസന്റ് വാല്യൂ. ഓക്കെ, സോ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് ഇന്നത്തെ വാല്യൂ നമുക്ക് നാളത്തെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും അറിയാമെങ്കിൽ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് ടുഡേസ് വാല്യൂ ഓഫ് ടുമാറോസ് മണി discounted at the rate of interest. It is today's value of tomorrow's money discounted at the rate of interest. എന്താണ്, നാളത്തെ എമൗണ്ടിനെ, നാളത്തെ വാല്യൂവിനെ ഇന്നത്തെ വാല്യൂ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, നാളത്തെ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ കേസാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു ഇന്നത്തെ എമൗണ്ട് ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യണം. സോ എഫ് അറിയാമെങ്കിൽ പി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡിവൈഡഡ് ബൈ 1 + I the whole raised to n. എഫ് ഡിവൈഡഡ് ബൈ 1 + I the whole raised to n. ദെൻ അതാണ് നമ്മുടെ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ അറിയാം, അതിന്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ഇസ് ഈക്വൽ ടു
വി എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ. എൻ പീരീഡിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തു. ദെൻ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ എന്ന് പറയുന്നൊരു ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പി എൻ ഐ കണ്ടുപിടിക്കാൻ ഈ ഒരു വലിയ ഫോർമുല ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ പി എൻ ഐ കണ്ടുപിടിക്കും. പി എൻ ഐ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഈക്വൽ ടു എൻ ടൈംസ് ദെൻ ജി ടി. കാൽക്കുലേറ്റർ ട്രിക്കാണ്. ഈ ഒരു വലിയ ഫോർമുല 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബൈ ഐ ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യില്ല. പകരം നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്കാണ് ഇത് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്നാണ് പറയുന്നത്. ദെൻ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണെങ്കിൽ ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഈക്വൽ ടു വി ഈക്വൽ ടു എ ഇൻറ്റു ഒരു പീരീഡ് കുറവുള്ള എൻ പി എൻ മൈനസ് 1 ഐ പ്ലസ് എ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു പി ഓഫ് എൻ മൈനസ് 1 ഐ പ്ലസ് 1. സോ നമുക്കൊരു റീസെൻ്റ്ലി മോക്ക് ടെസ്റ്റിലൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് ഫോമിലാണ് വേണ്ടത്. പി ഇൻറ്റു എ ഇൻറ്റു പി എൻ മൈനസ് 1 ഐ, ഒരു പീരീഡ് കുറവ് എൻ മൈനസ് 1 ഐ ദെൻ പ്ലസ് 1. ദെൻ പിന്നീടുള്ള ഒരു കോൺസെപ്റ്റ് പെർപെച്യൂറ്റി. ദാറ്റ് മീൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പെർപെച്വലി പോകുന്ന ഒരു ആനുവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. ദെൻ അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഫോർമുല പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി പി വി എ ഇൻഫിനിറ്റി ആർ ഡിവൈഡഡ് ബൈ ഐ. സോ ഇതില് ആർ എന്ന് പറയുന്നത് ആ എമൗണ്ട് എല്ലാ പീരീഡിലും കൊടുക്കുന്ന ഇൻഡെഫിനിറ്റ് ആയിട്ട് സെയിം എമൗണ്ട്. ദാറ്റ് മീൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന ആനുവിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. സോ പി പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ആർ ഡിവൈഡഡ് ബൈ ഐ. പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി ആണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി ആർ ഡിവൈഡഡ് ബൈ ഐ മൈനസ് ജി. ആർ ഡിവൈഡഡ് ബൈ ഐ മൈനസ് ജി. സോ ഇത് രണ്ടും വെച്ചിട്ട് റീസെന്റ് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 2 വർഷം മുമ്പ് വരെയൊക്കെ നമുക്ക് ആ പ്രസന്റ് വാല്യൂവിനും ഫ്യൂച്ചർ വാല്യൂവിനും മാത്രമായിരുന്ന ക്വസ്റ്റ്യൻ. ബട്ട് റൈറ്റ് നൗ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദെൻ എൻ പി വി, നെറ്റ് പ്രസന്റ് വാല്യൂ. സോ നമുക്കിത് കൂടുതലും ഇന്റർമീഡിയറ്റ് ലെവലിലാണ് നിങ്ങൾക്കിത് എൻ പി വിയുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. ഇവിടെ നമ്മുടെ മെറ്റീരിയൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്നതിന്റെ ഇന്നത്തെ വാല്യൂ എനിക്ക് ചെലവായതിന്റെ ഇന്നത്തെ വാല്യൂവിൽ നിന്ന് കുറച്ചാൽ. സോ ദാറ്റ് മീൻസ് എൻ പി വി എന്തായിരിക്കണം? പോസിറ്റീവ് ആണെങ്കിൽ, എൻ പി വി കിട്ടുന്നത് എക്സാക്ട് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എന്താണ് അതിന്റെ മീനിങ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്നതിന്റെ ഇന്നത്തെ വാല്യൂ ഞാൻ ചെലവാക്കിയതിന്റെ ഇന്നത്തെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് മീൻസ് ഞാൻ മുടക്കിയതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തിരിച്ചു കിട്ടി. എങ്ങോട്ട് കൊണ്ടുവന്ന് കമ്പയർ ചെയ്തപ്പോൾ ഇന്നത്തെ വാല്യൂ പ്രസന്റ് വാല്യൂ ആക്കി കമ്പയർ ചെയ്തപ്പോൾ കൂടുതൽ കിട്ടിയാൽ ദാറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് അക്സെപ്റ്റ് ചെയ്യാം. ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് നോ ലോസ് നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തൊരു സെനാരിയോ, എന്നാൽ ലോസും ഇല്ല. ആ കേസിലാണെങ്കിൽ നമ്മുടെ ഡിസിഷനാണ് മേ ഓർ മേ നോട്ട്. ഇപ്പൊ എൻ പി വി ലെസ് ദാൻ 0 ദെൻ എന്താണ്? റിജക്ട് ദ പ്രപ്പോസൽ. ദെൻ പിന്നീട് നമുക്ക് ഈ റീസെന്റ് വരുന്നതാണ്. സോ നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന ഒരു പോയിന്റ്, റിയൽ റിട്ടേൺ നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. സോ റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ഇൻഫ്ലേഷൻ ആണ് വരുന്നത്. ദെൻ ഒരേ ഒരു ഫോർമുല കൂടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, CAGR. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. സോ CAGR റീസെന്റ് ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ CAGR ഫോർമുല വരുന്നത് V of TN divided by V of T0 the whole raised to 1 by TN minus T0 minus 1. then റേറ്റ് കണ്ടുപിടിക്കാനായിട്ടായതുകൊണ്ട് ഇൻറ്റു 100 എഫക്റ്റീവ് റേറ്റ് പോലെ. ഈ ഒരു ഫോർമുല കൂടെ ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമുല അറിയാമെങ്കിൽ നേരെ വാല്യൂ പിക്ക് ചെയ്ത് ഫോർമുല ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിലെ ക്വസ്റ്റ്യനിൽ ഒരു തരത്തിലും കോംപ്ലിക്കേഷൻ കാണില്ല, വാല്യൂസ് കറക്റ്റ് ആയിട്ടാവും. സോ ഇത് V of T എന്ന് പറഞ്ഞാൽ എൻഡ് പീരീഡ് വാല്യൂ, ഇത് ബിഗിനിങ് പീരീഡ് വാല്യൂ, ഇത്
എൻഡ് പീരീഡ്, ബിഗിനിങ് പീരീഡ്, അത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്റ്റ് അതിൽ നിന്ന് പിക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ആനുവിറ്റി ഏരിയയിൽ വരുന്ന ഫോർമുലാസ്. സോ നമ്മൾ ഫോർമുല മാത്രമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനിയും നമ്മൾ ചെയ്യുമ്പോൾ ഫോർമുല അത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക. കോൺസെപ്ച്വലി കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാക്കുക. ഏരിയയിലെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A machine cost rupees 5,20,000. 5,20,000. Estimated life of 25 years. A sinking fund is created to replace it by a new model at 25% higher. 25% higher cost. After 25 years, with a scrap value realization of rupees 25,000. What amount should be asset? Asset every year if sinking fund investment accumulate at 3.5% per annum. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കേസുണ്ട്. സിങ്കിങ് ഫണ്ട് മീൻസ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചെലവിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ മീൻസ് എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഫ്യൂച്ചർ വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ ആണ്. ദെൻ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ലോൺ കണ്ടാൽ നമ്മൾ പ്രസന്റ് വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ എടുക്കണം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ലീസിങ് കണ്ടാൽ പ്രസന്റ് വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓൾസോ പ്രസന്റ് വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ. നമ്മൾ അതിന്റെ പ്രോബ്ലം ചെയ്യും. സോ ഇവിടെ നോക്കാം. എ മെഷീൻ കോസ്റ്റ് 5,20,000 with an estimated life of 25 years. A sinking fund is created to replace a new model at 25% higher cost. So 25 വർഷം കഴിയുമ്പോൾ ഈ മെഷീനറി എന്താണ് നമ്മുടെ ഇന്റർനെറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് എന്താണ് പുതിയൊരു മെഷീനറി വേണം 25 വർഷം കഴിയുമ്പോൾ. സോ അന്ന് ഇതിന്റെ കോസ്റ്റ് എത്രയാണ്? ഇപ്പോഴുള്ള കോസ്റ്റിനേക്കാൾ 25% കൂടുതൽ. നമുക്ക് ശ്രദ്ധിക്കാം. സോ ദാറ്റ് മീൻസ് 5,25,000 പ്ലസ് 25%. 5,25,000 plus 25%. 5,20,000 ആണ്. 5,20,000 plus 25% എത്ര കിട്ടും? 6,50,000. 25 വർഷം കഴിയുമ്പോൾ എന്താണ്? പുതിയ മെഷീനറി മേടിക്കണമെങ്കിൽ എനിക്ക് 6,50,000 വേണം. 25 വർഷം കഴിയുമ്പോൾ ഇപ്പോഴുള്ള മെഷീനറി വിറ്റാൽ സ്ക്രാപ്പ് റിയലൈസേഷൻ എനിക്ക് എത്രയുണ്ട്? ഒരു 25,000 ഉണ്ട്. സോ ദാറ്റ് മീൻസ് എനിക്ക് ചിലവാക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് വരുന്ന കോസ്റ്റിൽ നിന്ന് അതുകൂടെ കുറയ്ക്കാം. ഞാൻ എത്ര രൂപ കണ്ടെത്തിയാൽ മതി? 6,25,000. ദെൻ ഉണ്ടോ 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വേണം? 6,25,000 വേണം. അതിനായിട്ട് ഞാൻ ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്ത് വെച്ചിട്ട്? ഇൻട്രസ്റ്റ് റേറ്റ് 3.5% ഉണ്ട്. സോ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. സോ സിങ്കിങ് ഫണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. സിങ്കിങ് ഫണ്ടിന്റെ ആപ്ലിക്കേഷൻ ഫ്യൂച്ചർ വാല്യൂ 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് വേണം? 6,25,000 വേണം. അതിനായിട്ട് ഇന്ന് ഞാൻ ഒറ്റ എമൗണ്ട് അല്ല 25 വർഷവും ഈക്വൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഏതിലേക്ക്? 3.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക്. സോ അതുകൊണ്ട് അവരോട് ചോദിക്കും ഞാൻ എത്രയാണ് എല്ലാ വർഷവും ഈക്വൽ, എനിക്ക് എത്ര വേണം? 25 വർഷം കഴിയുമ്പോൾ 6,25,000 വേണം. സോ സിങ്കിങ് ഫണ്ട് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോർമുല എന്താണ്? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. നേരിട്ട് കൊടുക്കുക. 6,25,000 is equal to A into 1 plus I എത്രയാണ്? 0.35 raised to 25 minus 1 divided by 0.035. സോ നമ്മൾ എന്ത് ചെയ്യണം? 6,25,000 ഈ ബ്രാക്കറ്റിൽ അകത്ത് വെച്ച് കിട്ടുന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം 6,25,000. സോ ദാറ്റ് ഇംപ്ലൈസ് A equal to ഫസ്റ്റ് A കണ്ടുപിടിക്കേണ്ട കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യണം, വേറെ ഒന്നിലും ചെയ്ത് സമയം കളയരുത്. 1.035 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 minus 1 divided by 0.035 equal അടിക്കുക m plus then
6,25,000 divided by MRC equal to 16,046.27 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ചോയ്സ് റേറ്റ് എടുത്തു വരുന്നത് 16,050 ഉണ്ടോ. എല്ലാ വർഷവും 16,050 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര ഉണ്ടാവും? 6,25,000 രൂപ വെച്ചിട്ട് എനിക്ക് എന്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും? പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then next one. A machine depreciates at 10% its value beginning of the year. The cost and scrap value are. So നമുക്കറിയാം obviously cost 23,214, scrap value 9,000 ആണ്. How many years the machine was put to use? So നമുക്കറിയാം scrap value is equal to C into 1 minus I the whole raised to n. So 9,000 is equal to 23,240 into 1 minus 0.10 raised to n. So that implies നമുക്ക് എന്താണ് 9,000 divided by 23,240 equal to നമുക്ക് എത്ര കിട്ടും? 0.38726 is equal to 0.90 raised to n. That means 0.90 എത്ര തവണ പവർ ചെയ്താൽ 3.38762 നമുക്ക് ഇവിടെ സേഫ് ആണ്. ഇവിടെ ഉണ്ടോ റൗണ്ട് ഫിഗർ ആണ് തന്നിരിക്കുന്നത്. therefore നമ്മൾ നേരെ ചെയ്ത് നോക്കാം. ലോഗിലേക്ക് പോകണ്ട. റൗണ്ട് ഫിഗർ തന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്തെടുക്കേണ്ടി വരും? നേരത്തെ ചെയ്തതുപോലെ ലോഗിന്റെ ആപ്ലിക്കേഷൻ വരും. സോ ഇവിടെ നോക്കാം. 0.9 into equal to times 3, 4, 5, 6, 7. 7 ആണെങ്കിൽ 0.43 ആണ്. then 8 ആണെങ്കിൽ 0.3874. So നോക്കാം. 0.9 into equal to times 3, 4, 5, 6, 7, 8. So 9 times ആകുമ്പോഴാണ് n equal to 9 times ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0.38742 എന്ന് കിട്ടുന്നത്. സോ ഏറ്റവും അടുത്ത് വരുന്നത് എന്താണ്? 9 times ആണ്. 10 times ആകുമ്പോൾ 0.34 ആണ് വരുന്നത്. therefore ആൻസർ ലോഗോ യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ കിട്ടിയ ആൻസർ 0.38726 അല്ലെങ്കിൽ 0.3874 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 74 നമുക്ക് എത്ര വർഷം കൊണ്ട് കിട്ടി? 9 വർഷം കൊണ്ട്. n is equal to 9. Clear? Then next one. Mr. X invest rupees 10,000 every year starting from today. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. For next 10 years, suppose interest rate is 8% compounded annually, calculate the future value of annuity. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എക്സാമിന് ഈ പറഞ്ഞ ആനുവിറ്റിയുടെ ആപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഫ്യൂച്ചർ വാല്യൂ ആണോ പ്രസന്റ് വാല്യൂ ആണോ. ദെൻ ഇവിടെ എടുത്ത് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണോ, ആനുവിറ്റി റെഗുലർ, ആനുവിറ്റി ആണെങ്കിൽ ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ, സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. പ്രസന്റ് വാല്യൂ ആണെങ്കിലും ഇതേപോലെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. ദെൻ നോക്കിയേ സ്റ്റാർട്ടിങ് എവറി ഇയർ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ. എവറി ഇയർ പേയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈക്വൽ എമൗണ്ട് പേയ്മെന്റ് എവറി ഇയർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ആനുവിറ്റി ആയി. ബട്ട് ആനുവിറ്റി സ്റ്റാർട്ട് എന്നാണ് ഫസ്റ്റ് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്നോട്ട്. സോ ദാറ്റ് മീൻസ് എന്തായി? അതൊരു ആനുവിറ്റി ഡ്യൂ ആയി. ആനുവിറ്റി ഡ്യൂവിന്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല എന്താണ്? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. So that means നമുക്ക് എന്താണ്? 10,000 A ഉണ്ട്. 10,000 into 1.08 raised to 10 minus 1 divided by 0.08 into 1.08. ഇവിടെ നമുക്ക് ഡയറക്ട്ലി 1.08 raised to 10 ഗീവൺ ആണ്. എത്രയാണ്? 2.158925. 2.158925. സോ എങ്ങനെ എഴുതാം? 10,000 into 1.08
8 നമുക്ക് ഡയറക്റ്റ്ലി തന്നെ കണ്ടുപിടിച്ച് സമയം കളയണ്ട. സോ എപ്പോഴും ഗിവൺ ആണെങ്കിൽ ഗിവൺ ഫ്യൂച്ചർ വാല്യൂ ആണെങ്കിൽ ഗിവൺ നമുക്ക് തന്നിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രസന്റ് വാല്യൂ ആണെങ്കിൽ PNI തന്നാൽ മാത്രം ബിക്കോസ് എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്കാണ്, അല്ലാണ്ട് ആ വലിയ ഫോർമുല അല്ല, PNIയുടെ വലിയ ഫോർമുല അല്ല നമ്മൾ യൂസ് ചെയ്യാറ്. സോ 2.15 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, നേരെ കാൽക്കുലേറ്ററിൽ ചെയ്ത് ആൻസർ പറയാം. 2.15892500 minus 1 divided by 0.08 into 1.08 ആണ്. നേരെ കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യാം. 2.158925 minus 1 divided by 0.08 into 1.08 into 10,000. So that implies നോക്ക 1,56,454. Ready? 1,56,454.88. Exactly same answer choice number. 1,56,454. Next one. The present value of an annuity. The question നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ക്വസ്റ്റ്യനിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. ആനുവിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാ ആനുവിറ്റിയും നോർമലി ആനുവിറ്റി എന്തായിരിക്കും, എടുത്തു പറഞ്ഞിട്ടില്ല ഫസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസിപ്റ്റീസ് അറ്റ് ദ ബിഗിനിങ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ആനുവിറ്റിയും എന്താണ്, ആനുവിറ്റി റെഗുലർ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ₹3,000 for 15 years at 4.5% per annum. So present value of annuity regular. Present value of annuity regular formula എന്താണ്, V is equal to A into PNI. So V is equal to 3,000 into P. എത്രയാണ് 15 ആണ്, 0.045. സോ നമുക്ക് PNI കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, 3,000 into 1 divided by 1.045 equal to 15 times GT. The calculator 1 divided by 1.045 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then GT into 3,000. Ready? 32,218. 32,218. 32,218.637. ചോയ്സിൽ നമ്മൾ ഏറ്റവും അടുത്ത് വരുന്നത് ചോയ്സ് എ, സോറി ചോയ്സ് ബി. 32,218.67. 32,218.67. Then next question. എപ്പോഴും മെഷീൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എല്ലാം എന്താണ്, പ്രസന്റ് വാല്യൂവിന്റെ ആപ്ലിക്കേഷൻ ആണ്. എ മെഷീൻ ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ 50,000. മെഷീൻ വിൽ കോൺട്രിബ്യൂട്ട് ₹12,000 per year for the next 5 years. Assuming that borrowing cost അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ ബോറോയിങ് കോസ്റ്റ്നോ ഇൻട്രസ്റ്റ്നോ ക്യാപിറ്റൽ റേറ്റിനോ എന്ത് വേണമെങ്കിൽ പറയാം. സോ ഇത് നോക്കാം, നമ്മൾ എടുക്കുന്ന ആ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കാം. A into PNI. നമ്മൾ നോർമലി PNIയുടെ 1 + i (n - 1) ഡിവൈഡ് ബൈ i into 1 + i (n) എന്നുള്ള വലിയ ഫോർമുല യൂസ് ചെയ്യില്ല. കാൽക്കുലേറ്റർ ട്രിക്കാണ്. PNI മീൻസ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് V പ്രസന്റ് വാല്യൂ, ഒന്ന് A ആനുവിറ്റി എമൗണ്ട്, ദെൻ PNI പ്രസന്റ് വാല്യൂ ഫാക്ടർ. സോ പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, PNI ഇവിടെ എത്രയാണ്, 15 ഇയേഴ്സിലേക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ്, 15 ഇയേഴ്സിലേക്കാണ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് 0.045 4.5%, ദാറ്റ് മീൻസ് 0.045. ഇവിടെ നോക്കാം 3,000 ഇൻറ്റു നമ്മൾ PNI കണ്ടുപിടിക്കാനായിട്ട്, അതായത് PNI പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കുന്ന കാൽക്കുലേറ്റർ ട്രിക്കാണ്. ഇവിടെ PN എത്രയാണ്, 15 ആണ്, I 0.045. PNI കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നത് 1 ഡിവൈഡഡ് ബൈ 1 + i ഈക്വൽ ടു എത്ര ടൈംസ് ആണ്, n എത്രയാണോ അത്രയും ടൈംസ്, ദെൻ കാൽക്കുലേറ്ററിൽ GT
കാൽക്കുലേറ്ററിൽ GT അടിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1 ഡിവൈഡഡ് ബൈ I എത്രയാണ് 0.04, 1 പ്ലസ് 0.04 എന്ന് പറയുമ്പോൾ 1.045, ദെൻ ഈക്വൽ ടു എത്ര ടൈംസ്, ഈക്വൽ ടു ഇവിടെ n 15 ആയതുകൊണ്ട് 15 ടൈംസ്, ദെൻ GT അടിക്കുക. കാൽക്കുലേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 1.045, n 15 ആയതുകൊണ്ട് ഈക്വൽ ടു 15 ടൈംസ്, ദെൻ GT. അപ്പോൾ കിട്ടുന്നത് ഇൻറ്റു 3000 നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടും. PNI കിട്ടുന്ന കാൽക്കുലേറ്റർ ട്രിക്കാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണോ? കാൽക്കുലേറ്റർ ഒന്ന് എടുക്കുക. കാൽക്കുലേറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്കാണത്. സോ ഇവിടെ നോക്കാം. നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. V is equal to A into PNI. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ V is equal to എത്രയാണ് 3000 into P. N 15 ഇയേഴ്സ് ആണ്. I ഇൻട്രസ്റ്റ് റേറ്റ് 0.045 ആണ്. സോ PNI കണ്ടുപിടിക്കാനായിട്ട് PNI, ദാറ്റ് മീൻസ് ഈ PNIയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഡെസിമൽസിലായിരിക്കണം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I, ദെൻ ഈക്വൽ ടു കാൽക്കുലേറ്ററിൽ ഈക്വൽ ടു എത്ര ടൈംസ് അടിക്കണം, n എത്രയാണോ അത്രയും ടൈംസ്, അതാണ് ഈക്വൽ ടു n ടൈംസ്. എന്നിട്ട് ഉടനെ തന്നെ എന്തടിക്കുക GT. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് ഇതാണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I എത്രയാണ് 0.045 ആണ്. 1 പ്ലസ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പാണ് കുറച്ചിരിക്കുന്നത്. ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1.045. 1 ഡിവൈഡഡ് ബൈ 1.045. 1.045 ഈക്വൽ ടു എത്ര ടൈംസ് അടിക്കണം, ഈക്വൽ ടു 15 ടൈംസ്. ദെൻ ഉടനെ തന്നെ GT കാൽക്കുലേറ്ററിൽ ചെയ്യാം. 1 ഡിവൈഡ് ബൈ 1.045, ദെൻ ഈക്വൽ ടു എത്ര ടൈംസ് 15 ടൈംസ്. 15 നമ്മുടെ നോർമലി nth റൂട്ട് കണ്ടുപിടിക്കുന്ന പോലെ ആ 15 സ്ഥിരമായിട്ട് വരുന്നതല്ല, ഇവിടെ n 15 ആയതുകൊണ്ട് 15 ടൈംസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15, ദെൻ GT. സോ എത്ര കിട്ടും 10.73 സംതിങ് കിട്ടും ഇൻറ്റു 3000. നമുക്ക് എന്ത് കിട്ടും 32,218. ക്ലിയർ ആണോ? ഗോ ടു അല്ല, നമ്മുടെ കാൽക്കുലേറ്ററിൽ റൈറ്റ് സൈഡിൽ ചെക്കിൻ്റെ താഴെയായിട്ട് GT ഇല്ലേ, ഗോ ടു GT അല്ല. കാൽക്കുലേറ്റർ ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, GT ഉള്ള കാൽക്കുലേറ്റർ ആണ്. എസിയോടെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ താഴെ ഫസ്റ്റ് രണ്ടാമത്തെ റോയിലോ വല്ലതും ഉണ്ടോ GT. എസിയോടെ തന്നെ പല കാൽക്കുലേറ്ററിൽ GT ഉള്ളതും GT ഇല്ലാത്തതുണ്ട്. GT ഉള്ള കാൽക്കുലേറ്ററിലാണ് ഈ ഒരു ട്രിക്ക് വർക്ക് ആകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു, അത് ആൻസർ കിട്ടിയല്ലോ അല്ലേ, GT. Then next question, a machine can be purchased
at rupees 50,000, machine will contribute rupees 12,000 per year for the next 5 years, assuming that 10%. That means ഇന്ന് 50,000 രൂപ മുടക്കിയാൽ നമുക്ക് എന്താണ് ഓരോ വർഷവും ആ മെഷീൻ വന്നതുകൊണ്ടുള്ള നമുക്ക് ബെനിഫിറ്റ് 12,000. അങ്ങനെ 5 years നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഓരോന്നും എന്താണ്, ഇത് ഫസ്റ്റ് ഇയർ എൻഡിലാണ്, ഫസ്റ്റ് ഇയർ എൻഡിൽ, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്, ഫിഫ്ത്ത് ഇയർ ഉണ്ട്. ഇതാണ്, ഇത് ഇന്നത്തെ വാല്യൂ ആണ്, ഇത് പല വർഷത്തെ ഫ്യൂച്ചർ വാല്യൂസ് ആണ്. നമുക്ക് രണ്ടും കൂടെ ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയല്ല. നേരെ എന്ത് ചെയ്യാം, ഇതിന്റെ ഇന്നത്തെ വാല്യൂ ആക്കണം. ദാറ്റ് മീൻസ് ഇത് നോക്കണുണ്ട്, എല്ലാ വർഷവും 12,000 ടൈം ഇൻട്രോൾ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെന്റ് 1 year ആയതുകൊണ്ട് നമുക്കൊരു ആനുവിറ്റി റെഗുലർ പോലെ എടുക്കാം. സോ ആനുവിറ്റി റെഗുലറിന്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാലോ, എ ഇൻറ്റു പി എൻ ഐ. നേരെ എന്ത് ചെയ്യുക, 12,000 ഇൻറ്റു പി എൻ ഐ കണ്ടുപിടിക്കാനായിട്ട് പി എൻ എത്രയാണ്, 5 ആണ്, ഐ എത്രയാണ്, 0.10 ആണ്. therefore നമ്മൾ എന്ത് ചെയ്യും, 12,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.10, ഇവിടെ എത്രയാണ്, ഈക്വൽ ടു 5 ടൈംസ് ജി ടി. 1 divided by 1.1, 1, 2, 3, 4, 5, then GT into 12,000, 30. So V equal to 30, 45,489. The meaning എന്താണ്, ഇന്ന് 50,000 രൂപ മുടക്കിയാൽ തിരിച്ചു കിട്ടുന്നതിന്റെ ഇന്നത്തെ വാല്യൂ എനിക്ക് എത്രയേ ഉള്ളൂ, 45,484 ഉള്ളൂ. ദാറ്റ് മീൻസ് 50,000 രൂപ മുടക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടുന്ന 45,500 രൂപയാണ്. therefore ഞാൻ എന്താണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്, ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്, മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്, മെഷീനറി പർച്ചേസ് ചെയ്യാത്തതാണ് നല്ലത്. സോ എന്ത് ചെയ്തു, 50,000 ഇന്ന് മുടക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടുന്നത് പല വർഷങ്ങളിലായിട്ട് 12,000 രൂപ വെച്ചിട്ട് 6 വർഷം. സോ അതിന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. പ്രസന്റ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോൺ ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെങ്കിലും ലീസിംഗ് ആണെങ്കിലും എല്ലാം പ്രസന്റ് വാല്യൂന്റെ ആപ്ലിക്കേഷൻ. എന്തുമാത്രം, സിങ്കിങ് ഫണ്ട് മാത്രം ഫ്യൂച്ചർ വാല്യൂന്റെ ആപ്ലിക്കേഷൻ. Then next question, company can considering the proposal of purchasing a machine either by making it full payment of rupees 4,000 or leasing it for at an annual rent of 1,250. സോ നോക്കാം, ഒന്നുകിൽ ഇന്ന് 4,000 രൂപ കൊടുത്ത് മേടിക്കാം. സോ ഇന്ന് മേടിക്കാം മീൻസ് പ്രസന്റ് വാല്യൂ ആണ്. അല്ലെങ്കിൽ എന്താണ്, ഞാനത് വാങ്ങിക്കുന്നില്ല, പകരം ലീസിന് എടുക്കാം. 1,250 രൂപ വെച്ചിട്ട് 1,250 വെച്ച് 4 വർഷം കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, നമുക്ക് 14% തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് 4,000 ചെലവാക്കുന്നതാണോ, ഫ്യൂച്ചറിൽ 1,250 വെച്ച് 4 വർഷം ചെലവാക്കുന്നതാണോ? ദാറ്റ് മീൻസ് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും എന്താണ്, പ്രസന്റിലേക്ക് വരണം. നോക്കിയേ, സെയിം എമൗണ്ട് 4 വർഷം, ദാറ്റ് മീൻസ് എന്താണ്, അതൊരു ആനുവിറ്റി ആണ്. 14% ഉണ്ടെങ്കിൽ ഇതിന്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. എ എത്ര വരും, 1,250. പി എൻ ഐ കണ്ടുപിടിക്കാൻ എൻ 4 വർഷം, പി 4, ഐ എത്രയാണ്, 0.14. ദാറ്റ് മീൻസ് 1,250 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.14 ഈക്വൽ ടു 4 ടൈംസ് ജി ടി. 4 ടൈംസ് ജി ടി. സോ 1 ഡിവൈഡ് ബൈ 1.14 ഈക്വൽ ടു 1, 2, 3, 4 ജി ടി ഇൻറ്റു 1,250 ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടിയത് 3,642. 3,642 കിട്ടി. വി ഇസ് ഈക്വൽ ടു 3,642. നോക്കിയേ, ഇന്ന് 4,000 രൂപ മുടക്കുന്നതാണോ നല്ലത്, ഇന്ന് 3,600 മുടക്കുന്നതാണോ നല്ലത്? സോ കയ്യിൽ നിന്ന് പോകുന്നത് കുറവാണ് നല്ലത്, 3,600 മുടക്കുന്നതാണ് നല്ലത്. അതേത് ഓപ്ഷനാണ്, ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ അല്ല, ലീസിംഗ് ഓപ്ഷനാണ് പ്രിഫറബിൾ. ലീസിംഗ് ഓപ്ഷനാണ് പ്രിഫറബിൾ. ഓക്കെ, ലീസിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എല്ലാം എന്തിന്റെ ആപ്ലിക്കേഷൻ, പ്രസന്റ് വാല്യൂന്റെ ആപ്ലിക്കേഷൻ. Then next question, we purchase car for 5,50,000. He gets a loan of 5 lakhs at 15%. Bank balance 5,000. He pays at the time of purchase.
he has to pay the whole amount of loan in 12 equal monthly installment. 12 വർഷമല്ല 12 മാസം കൊണ്ട് അയാൾ തിരിച്ചടയ്ക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് ലോണ്. 5,50,000 ഉണ്ടായിരുന്നു. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. റിമൈനിങ് 5 ലക്ഷമാണ് അയാൾ ലോൺ എടുത്തത്. സോ ലോൺ എമൗണ്ട് 5 ലക്ഷമാണ്. ബാക്കി 50,000 ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. സോ നമുക്ക് ഏത് ഫോമിലേക്ക് ലോൺ ആണെങ്കിൽ വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു PNI. ശ്രദ്ധിക്കണം, ലോൺ എടുത്തത് 5 ലക്ഷം, ഇന്ന് കിട്ടുന്നത് 5 ലക്ഷം. ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ 5 ലക്ഷം. നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു ലോൺ എടുക്കുക മീൻസ് ബാങ്കിൽ നമ്മൾ പ്രൊസീജിയർ കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ചെക്ക് കിട്ടും, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. എ ഇൻറ്റു PNI. ഐ എത്രയാണ് ശ്രദ്ധിക്കുക, 15% പെർ ആണ്. നമുക്ക് പക്ഷെ മന്ത്ലി ആണ് വേണ്ടത്. എന്തോരും 0.15 ഡിവൈഡഡ് ബൈ 12. 0.15 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 0.0125. ദെൻ എൻ എത്രയാണ്? 12 ആണ്. 12 ഈക്വൽ ഇൻസ്റ്റാൾ മന്ത്ലി ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. 12 മന്ത്ലി ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. ദെർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? P12 0.125. So that means 5 lakhs is equal to A into 1 divided by 1.0125 equal to 12 times then GT. 12 times then GT. So that means 1 divided by 1.0125, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 GT. ആ കിട്ടുന്ന നേരെ എം പ്ലസ് ചെയ്യാം. 5 lakh divided by MRC equal 30. A equal to 45,125.15. സോ നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 45,129. ഏറ്റവും അടുത്ത് വരുന്നത് 45,130. 45,130. Okay. Then next one. Raja, aged 40, wishes his wife Rani to have rupees 40 lakhs at his death. His expectation of life is another 30 years. If he starts making equal annual investment commencing now at 30% compound interest, how much should he invest annually? So എന്താണ് രാജ പ്ലാൻ ചെയ്തത്? അയാളുടെ മരണം സംഭവിക്കുമ്പോൾ വൈഫിന്റെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപ വേണം. അയാളുടെ എക്സ്പെക്ടേഷൻ 30 years ആണ്. ദാറ്റ് മീൻസ് 40 ലക്ഷം എന്നാണ് ഇന്നാണോ വേണ്ടത്? അയാളുടെ മരണസമയത്ത്. ദാറ്റ് മീൻസ് 30 വർഷം കഴിയുമ്പോൾ 40 ലക്ഷം വേണം എന്നാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 30 വർഷം കഴിയുമ്പോൾ 40 ലക്ഷം. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ. അതിനായിട്ട് അയാൾ ഒറ്റ എമൗണ്ട് ആണോ പേ ചെയ്യുന്നത്? അല്ല, എല്ലാ വർഷവും പേ ചെയ്യണം. എല്ലാ വർഷവും പേ ചെയ്യുക മീൻസ് ആനുവിറ്റി. ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ് കമൻസിങ് നൗ. ആനുവിറ്റിയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പേയ്മെന്റ് ആനുവിറ്റിയുടെ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ആനുവിറ്റി ഡ്യൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണ്. ANI എന്ത് ഫോമിൽ എടുക്കാം? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ A into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. So that means 30 വർഷം കഴിയുമ്പോൾ 40 ലക്ഷം വേണം. അതിനായിട്ട് A ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.03 raised to 30 minus 1 divided by 0.03 into 1.03. ഒറ്റയടിക്ക് ചെയ്യുക. A equal to. So that means നമുക്ക് 40 ലക്ഷത്തിനെ ഈ വലിയ ഈ കിട്ടുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് മെമ്മറിയുടെ യൂസ് ചെയ്യണം. ഓക്കെ. സോ അതിനായിട്ട് എന്ത് ചെയ്യുക? 1.03 ഇൻറ്റു അടിക്കുമ്പോൾ 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 minus 1 divided by 0.03 into 1.03 equal അടിക്കുക M plus. Then 40 lakh divided by MRC equal to 81,629 something കിട്ടും. So 81,628. ഏറ്റവും അടുത്ത് വരുന്നത് 81,628. 81,628. 81,628. Then next question.
ഈ ക്വസ്റ്റൻ ഒത്തിരി പേര് എക്സാം വന്നപ്പോൾ തെറ്റായിട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്താണ് എന്ന് ശ്രദ്ധിക്കുക. A's father wishes to have rupees 75,000 in a bank account when his college expenses begin. How much amount his father should deposit now at 6.5% compounded annually if A is to start college in 8 years hence from now? ഇതാണ് പ്ലാൻ ചെയ്തത്. എയുടെ ഫാദറിൻ്റെ 75,000 രൂപ വേണം എന്നാണ്. ഇന്നാണോ? എയുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എയുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 8 വർഷം കഴിയുമ്പോൾ. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ആണ്. അതിനായിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഹൗ മച്ച് എമൗണ്ട് ഷുഡ് ഡെപ്പോസിറ്റ് നൗ. ഇവിടെ നൗ കണ്ടിട്ട് പ്രസന്റ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ എന്ന് പലരും എടുത്ത് തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നിൽ കൂടുതൽ പേയ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഇല്ല. ഇന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, തീർന്നു. 8 വർഷം കഴിയുമ്പോൾ എന്ത് തിരിച്ചു കിട്ടണം? 75,000 കിട്ടാം. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ഇങ്ങനെ എടുക്കാം നമുക്ക്. എഫ് ഇസ് ഈക്വൽ ടു ഇന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യണം. 75,000 ആണ് വേണ്ടത് 8 വർഷം കഴിയുമ്പോൾ. അതിനായിട്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കണ്ടുപിടിക്കണം. 1.065 the whole raised to 8. Therefore CF is equal to എന്ത് ചെയ്യാം? 1.065 into equal to times 3, 4, 5, 6, 7, 8. എന്ത് ചെയ്യാം? M plus 75,000 divided by MRC equal to 45,317.34. That means ഇന്ന് 45,360 തെറ്റിപ്പോയതായിരിക്കും. ചോയ്സിൽ മിസ്റ്റേക്ക് വന്നായിരിക്കും. 317 ആണ്. അല്ലെങ്കിലും ഡേറ്റോ അടുത്ത് വരുന്ന ചോയ്സ് ഏതാണ്? 45,360 ആണ്. നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 45,317 ആണ്. സോ അതിൽ ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ് 45,317 ആണ്. Then next question. P borrows rupees 20,000 on condition to repay at compound interest 5% per annum in annual installments if 2,000 each. Find the number of years that debt would be paid off. ഒന്ന് ശ്രദ്ധിക്കാം. ബോറോയിങ് അല്ലെങ്കിൽ ലോൺ എല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്? പ്രസന്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ബോറോയിങ്. സോ ദാറ്റ് മീൻസ് വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു PNI ഇതാണ് നമ്മൾ എന്തെടുക്കുന്നത്? പ്രസന്റ് വാല്യൂവിൻ്റെ എടുക്കുന്നത്. സോ 20,000 is equal to 2,000 into PNI. So 20,000 divided by 2,000 എത്ര വരും? 10 equal to PNI. ഇവിടെ നമുക്ക് PNI കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നത്? 1 divided by 1 plus I equal to N times GT. ഇതിൽ ഏതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഇയർ ആണോ, 12 ഇയർ ആണോ, 14 ഇയർ ആണോ, 15 ഇയർ ആണോ എടുത്തു കഴിഞ്ഞാൽ PNI 10 കിട്ടുന്നതെന്ന് നോക്കാം. സോ ഐ എത്രയാണ്? 1 divided by നോക്കാം. 1 divided by 1.05 ഈക്വൽ ടു 10 ടൈംസ് അടിച്ചിട്ട് GT അടിച്ച് നോക്കി. 1 divided by 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10 GT അടിച്ച് എത്ര കിട്ടത്തുള്ളൂ? 12.7 ആണ് കിട്ടുന്നത്. 12.7 ആണ്. 1 divided by 1.05 10 times 1, 2, 3, 4, 5, 6, 7, 8, 9, 10 GT നമുക്ക് എത്രയാണ്? 7.72 ആണ് കിട്ടുന്നത്. നമുക്ക് 10 ആണ് വേണ്ടത്. സോ അടുത്തത് നോക്കാം. ചോയ്സ് മെത്തേഡിൽ 1 divided by 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 GT 8.8 ആണ്. 14 നോക്കാം. 1 divided by 1.05 equal to 14 times 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 GT 9.89. 14 വരുമ്പോൾ 9.89 വരുന്നുണ്ട്. അതുകൊണ്ട് 15 തൊട്ടടുത്തുകൊണ്ട് 15 കൂടെ നോക്കാം. 1 divided by 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 GT 15 ടൈംസ് അടിക്കുമ്പോൾ 10.37 വരുന്നുണ്ട്. സോ 10നോട് ഏറ്റവും അടുത്ത് വരുന്ന എപ്പോഴാണ്? 14 ഇയേഴ്സ് ആകുമ്പോഴാണ്. therefore ആൻസർ 14 ഇയേഴ്സ്. Next one. Find the present value of annuity of ₹1,000 payable at the end of each year for 10 years at the rate of interest and 6% compounding annually, compounding per annum, അതായത് annually. So that means present value of annuity
at the end of each year. എടുത്തു പറഞ്ഞിട്ടുണ്ട് present value of annuity means present value of annuity regular V into PNI. So 10,000 into PNI കണ്ടുപിടിക്കണം. N എത്രയാണ് 10, I എത്രയാണ് 0.06. So that means നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 10,000 into ഇത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കണം 1.06 equal to 10 times GT. Calculate 1 divided by 1.06, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then GT into 10,000. Right? 7,360 point something. So now choice rate out 7,360. $10,000 അല്ല 1,000 ആണല്ലേ എക്സ്ട്രാ ഒരു 0 ആണ്. Then next one. Suppose your parent decided to open a PPF, an account towards your name with 10,000 every year starting from today. So 10,000 വെച്ച് എല്ലാ വർഷവും ഇടുവാണ്. എന്ന് മുതലാണ് starting from today. Starting from today for the next 15 years. That means 10,000 വെച്ചിന്ന് കൂടാതെ അടുത്ത 15 വർഷം കൂടി എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് 15 years when you receive 8.5% per annum interest compounded annually, what is the present value എന്ന ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു present value of annuity. So present value of annuity നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? V is equal to A into P. Annuity starting from today ആണ് P n minus 1 I plus A. Okay. So ഇവിടെ നോക്കാം, ഇവിടെ ക്വസ്റ്റ്യനിലൊരു കറക്റ്റായിട്ട് നമുക്ക് എക്സാമിന് എടുത്തപ്പോൾ നമുക്ക് PNI എന്ന് പറഞ്ഞ് P15 0.085 തന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ഫസ്റ്റ് പേയ്മെന്റ് ടുഡേ, അതുകൂടാതെ 15 പേയ്മെന്റ്സ് ഫസ്റ്റ് പേയ്മെന്റ് ടുഡേ. ദാറ്റ് മീൻസ് ടോട്ടൽ 16 പേയ്മെന്റ്സ്. ദാറ്റ് മീൻസ് 16 N 16 വരും, N minus 1 എന്ത് വരും 15 വരും. So that means നമുക്ക് എങ്ങനെ എഴുതാം? എത്രയാണ് 10,000 into P15 then 0.085 plus 10,000. So എങ്ങനെ കണ്ടുപിടിക്കാം? 10,000 into 1 divided by 1.085. അല്ല നമുക്ക് നേരെ നോക്കിയേ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? PNI നമുക്ക് വേണ്ടത് ആസ് ഇറ്റ് ഈസ്. ഇത് അതേപോലെ തന്നിരിക്കുകയാണ്, നേരെ ഇട്ട് കൊടുക്കുക. 8.30436576 plus 10,000 നേരെ ചെയ്ത് നോക്കിയേ. 8.30436576 into 10,000 plus 10,000 is equal to എന്ത് വരുന്നുണ്ട്? 93,043.6. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 93,042. 93,042. Okay, 93,042. Then next one, Mr. X bought an electronic item for ₹1,000. What would be the future value of the same after 2 years if it is compounded semi-annually? Compounded semi-annually at 22% per annum. So നോക്കാം, F is equal to P into semi-annually and 1 plus I by 2 the whole raised to 2n. So that means 1,000 into 1 plus 0.22 divided by 2 the whole raised to 2 into 2, 4. That means 1.11 into equal to 2 times 3, 4 into 1,000. Right now, 1,518.07. Choice B. Choice B. A calculator speed. Then next one. The nominal rate of growth is 17%, inflation 9% for 5 years. Let P be the gross domestic GDP
amount that present year, then the projected real GDP after 6 years. So ഇപ്പോൾ P ആണ്. നോമിനൽ റേറ്റ് ഗ്രോത്ത് 17% ആണ്. ദെൻ ഇൻഫ്ലേഷൻ 9% ആണ്. ദെയർഫോർ നമുക്ക് റിയൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ ആണല്ലോ. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും? 17% മൈനസ് 9% 8%. ഈ പറയുന്ന റിയൽ റേറ്റിൽ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ചെയ്യണം. സോ ഫ്യൂച്ചർ GDP is equal to ഇന്നത്തെ GDP ആയ P into 1.08. then after 6 years കഴിയുമ്പോൾ raised to 6. 1.08 into equal 2 times 3, 4, 5, 6. So എത്ര കിട്ടുന്നുണ്ട്? 1.5868. that means 7P. ചോയ്സിൽ നമുക്ക് നേരെ ആൻസർ. റിയൽ റേറ്റിൽ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ചെയ്താണ് നമ്മൾ ഫ്യൂച്ചർ GDP കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എ സ്റ്റോക്ക് സ്പേസ് an annual amount of ₹10 from the 6th year onwards. So a stock pays an annual amount of 10 from the 6th year onwards and the present value of this perpetuity. ആറാമത്തെ വർഷം തൊട്ട് എന്താണ്? ഇൻഡെഫിനിറ്റ് ആയിട്ട് 10 രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. സോ എന്നോട്ടാണ്? ആറാമത്തെ വർഷം തൊട്ടാണ് 6th ഇയർ, ദെൻ 7th ഇയർ, 8th ഇയർ എല്ലാം എത്രയാണ്? 10 വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 20%. ദാറ്റ് മീൻസ് 5th ഇയറിൽ നമ്മൾ present value of perpetuity, that means 1.08 വന്ന് എങ്ങനെ വെച്ചാൽ 8% അല്ലേ. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 1+ അതിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യാൻ മീൻസ് എന്ത് വരും? P into 1+ I എത്രയാണ്? 0.08 raised to 6. 1 + 0.08 ആണ് എന്ത്? 1.08. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. 0.8 വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ? റിയൽ റേറ്റ് കിട്ടാനായിട്ട് നോമിനൽ റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ കുറച്ചു 8%. സോ 1 + I the whole raised to n പോലെ വരും. എപ്പോഴും എന്താണ്? അക്യൂമുലേറ്റഡ് എമൗണ്ട് പോലെയാണ് ഈ പറയുന്ന കേസ് എല്ലാം. ഗ്രോത്ത് എല്ലാം നമ്മൾ എടുക്കുന്നത് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യും. സോ 1 + 0.08 the whole raised to 6 എന്നാണ് വരുന്നത്. അങ്ങനെയാണ് 1.08 വന്നത്. ക്ലിയർലേ? നോക്കാം. 6th ഇയർ ഓൺവേർഡ്സ് നമുക്ക് പെർപെച്യൂറ്റി ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ദാറ്റ് മീൻസ് 5ാമത്തെ വർഷം എന്ത് പ്രസന്റ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പെർപെച്യൂറ്റി കിട്ടും. പെർപെച്യൂറ്റിയുടെ ഫോർമുല അറിയാലോ? R/I ആണ്. ദാറ്റ് മീൻസ് 5ാമത്തെ വർഷം എനിക്ക് വേണ്ടത് 10/20 അല്ലെങ്കിൽ 0.20. 10/I 0. ദാറ്റ് മീൻസ് 10/0.2 എത്ര കിട്ടും? 50 rupees. 5th ഇയറിൽ 50 രൂപ വേണമെങ്കിൽ ഇന്ന എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് 5th ഇയറിലെ മീൻസ് ഫ്യൂച്ചർ വാല്യൂ 50 ആണ്. ഇന്നത്തെ പ്രസന്റ് വാല്യൂ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. 50 / 5 വർഷത്തെ ഇൻട്രസ്റ്റ് 1.20. ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം. 1.20 raised to 5. സോ കാൽക്കുലേറ്റ് ചെയ്യാം. 50 / 1.2 / 1.2 ready 20.09 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 20.10. ചോദിച്ചിട്ടുണ്ടല്ലോ 20.1. 20.1. 20.1. 20.1. 6 വർഷം കഴിയുമ്പോൾ മുതൽ പെർപെച്വലി. സോ 5ാമത്തെ വർഷത്തെ അതിന്റെ വാല്യൂ കണ്ടുപിടി. 5ാമത്തെ വർഷം 50 രൂപ ഉണ്ടെങ്കിൽ 20% ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാ വർഷവും 10 രൂപ കിട്ടും. 5ാമത്തെ വർഷം 50 രൂപ ഉണ്ടെങ്കിൽ ഇന്നത്തെ വാല്യൂ 5ാമത്തെ വർഷത്തെ വാല്യൂനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ വാല്യൂ കിട്ടി 20 രൂപ 10 പൈസ. 20.10. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ്? 6ാമത്തെ വർഷം മുതൽ ഇൻഡെഫിനിറ്റ്ലി പെർപെച്വലി 10 രൂപ വെച്ച് കിട്ടും. Then next question.
1,25,000 is borrowed at a compound interest rate of 2% for the first year, 3% for the second year, and 4% for the third year. Actually, ഇവിടെ നമുക്ക് വരുന്നത് 3 വർഷം കഴിയുമ്പോഴുള്ള അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്, അല്ലെങ്കിൽ പെയ്ഡ് എമൗണ്ട് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ്. സോ ആക്ച്വലി എന്ത് വരും, ഇത് 1,25,000 ഇൻറ്റു ഒരു വർഷത്തേക്ക് എത്രയാണ് 1.02:1. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, കോമ്പൗണ്ട് ചെയ്യും. ഇൻട്രസ്റ്റ് കിട്ടിയ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യും, പ്ലസ് ഒരു വർഷത്താണ് PI ആണ്. ദെൻ അടുത്ത സെക്കൻഡ് ഇയറിലെ ആകുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ കൂടെ ഇൻറ്റു 1.03:1 വരും. ദെൻ തേർഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും 1.04:1. ദാറ്റ് മീൻസ് ഇതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുല ആയിട്ട് യൂസ് ചെയ്യാം. 1,25,000 കാൽക്കുലേറ്ററിലോട്ട് അടിക്ക് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ 2%. ഇപ്പോൾ നമുക്ക് എന്താ ആഡ് ചെയ്ത് അക്യൂമുലേറ്റഡ് എമൗണ്ട് കിട്ടും. സെക്കൻഡ് ഇയറിൽ 3%, നേരെ 3% അടിക്കുക. കാൽക്കുലേറ്ററിൽ നേരെ 4% അടിക്കുക. 1,25,000 പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4% കിട്ടും. വേണം 1,36,578. ഓരോ വർഷം ഓരോ വർഷത്തെയും ആദ്യത്തെ വർഷം 2, മൂന്നാമത്തെ വർഷം 3, രണ്ടാമത്തെ വർഷം 3, മൂന്നാമത്തെ വർഷം 4, അങ്ങനെ ഓരോ വർഷത്തെയും PI വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നേരെ കാൽക്കുലേറ്റർ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 2% കൂടുന്ന എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എപ്പോഴും നമുക്ക് എന്താണ് PI ആണ്, അതാണ്. പ്ലസ് അടുത്ത വർഷം അതിൻ്റെ കൂടെ 3% ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ 4%. സോ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യുക. 1,25,000 പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4% യൂസ് ചെയ്യുക. എക്സാക്ട് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെപ്റ്റ് ആണ്. Debt of 5,000 with interest at 8% compounded quarterly to be discharged 8 equal quarterly payments. The first payment due today. So that means no loan in the case first payment due today, annuity due ആണ്. Then discharge 8 equal quarterly payments ആണ്. 8 equal quarterly payments. So V is equal to A into P n-1 I then plus A, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, A into P n-1 I plus 1. സോ വി എത്രയാണ്, 5,000 ആണ് ഡെപ്റ്റ്. A into P n-1 I കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം, ഇതാണ് 1 ഡിവൈഡഡ് ബൈ 0.08 ഈക്വൽ ടു എത്രയാണ്, N8 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ 7 വരും. 8 - 1 7. സോ 7 ടൈംസ് GT കണ്ടുപിടിക്കുക. 1 ഡിവൈഡഡ് ബൈ 1.08 1 2 3 4 5 6 7 then GT കിട്ടുന്ന എത്രയാണ്, 5. അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക, ഈക്വൽ അടിക്കുക, നേരെ M+A കണ്ടുപിടിക്കാനായിട്ട് 5,000 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ കിട്ടും. A is equal to ഉണ്ട് കാൽക്കുലേറ്റർ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിക്കുക. A ഇൻറ്റു ഈ കിട്ടുന്നത് 1 ഡിവൈഡ് ബൈ 1.08 ഈക്വൽ ടു 7 ടൈംസ് GT plus 1. 1 ഡിവൈഡഡ് ബൈ 1. ഇവിടെ നോക്കണം 8%. അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. 8% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. സോ അവിടെ എത്രയേ വരത്തുള്ളൂ, 0.8 ഡിവൈഡഡ് ബൈ 2, 0.08 ഡിവൈഡഡ് ബൈ 4, 0.02 ആണ്. സോ 1.02.
1.02 1.027 times അടിക്കുക കറക്റ്റ് ആൻസറിലേക്ക് 1 divided by 1.02 1 2 3 4 5 6 7 then GT plus 1 equal അടിക്കുക m plus 5000 divided by MRC exactly എന്ത് കിട്ടും A is equal to 669.165 അല്ലെങ്കിൽ 17 669.167. സോ ഇവിടെ നോക്കാം 1,25,000 പ്ലസ് 2 കാൽക്കുലേറ്റർ നേരെ അടിച്ചു പോകണം. ദാറ്റ് മീൻസ് അതായത് കോമ്പൗണ്ട് ചെയ്ത് പോകുന്നതിന് സിമ്പിൾ ഒരു ട്രിക്കാണത്. ഓരോന്നും 1.02 ഇൻറ്റു 1.03 ഇൻറ്റു 1.04 അടിക്കുന്നതിന് പകരമാണ് 1,25,000 പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4% ഡയറക്റ്റ് അടിക്കുക. 1,25,000 പ്ലസ് അടിക്കണേ, ഇൻറ്റു അല്ല. 1,25,000 പ്ലസ്, അതായത് അതിൻ്റെ 2% ആഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു വർഷത്തേക്കായതുകൊണ്ട് PI ആണ് വരുന്നതുകൊണ്ടാണ് നമുക്ക് എക്സാക്ട്ലി അത് കിട്ടിപ്പോകുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് നോർമൽ ഫോർമുലയിൽ പോകണം. ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ 1 ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ പേ ചെയ്യേണ്ട ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, എ ബോണ്ട് paying annual dividend of 8.5% will be redeemed at par at the end of 10 years. Find the purchase price if the bond investor wishes to yield 8%. സോ ഇവിടെ നോക്കാം, ബോണ്ടിന്റെ കേസിൽ 1,000 rupees പാർ വാല്യൂ ബോണ്ടാണ്. ഇപ്പോൾ അവർ എത്രയാണ് കൊടുക്കുന്നത്? 8.5% ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബോണ്ട്. സോ 1,000 rupees ബോണ്ടാണ്, 8.5% കൊടുക്കുക. മീൻസ് 10 വർഷം എത്രയാണ്? 85 അങ്ങനെ 10 years കൊടുക്കും. 10 years. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഒരു ആനുവിറ്റി പോലെ വരും. ബോണ്ട് മീൻസ് എന്താണ്? 10th ഇയറിൽ 3/100. 3% മീൻസ് 100 ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്ററിൽ പെർസെൻറ്റേജ്, അതായത് ഷോർട്ട് കട്ട് ട്രിക്കാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. 3/100 ആണ് 3%. സോ ഇവിടെ കാൽക്കുലേറ്ററിൽ പെർസെൻറ്റേജ് അടിച്ചു കൊടുത്താൽ മതിയാകും. ഒറ്റയടിക്ക് ആൻസർ കിട്ടും. 1.03 എന്നുള്ളതാണ് നമുക്ക് എക്സാക്ട്ലി അവിടെ കിട്ടുന്നത്. ദെൻ എന്താണ്? ലാസ്റ്റ് ഇയറിൽ 1,000 rupees കൂടെ കൊടുക്കണം. 1,000 rupees കൂടെ കൊടുക്കണം. 10 years 85 വെച്ച് കിട്ടും ലാസ്റ്റ് ഇയറിൽ. ബട്ട് 8.5 കിട്ടും. ഇൻവെസ്റ്റർക്ക് എത്ര മതി എന്ന് പറഞ്ഞിരിക്കുന്നു? 8 മതി എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇതിന്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 8% നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം. സോ V is equal to A into PNI പ്ലസ് എന്താണ്? ഒരെണ്ണം മാത്രമുണ്ട്, ഒരു 1,000. അത് ഏത് ഇയറിലാണ്? ലാസ്റ്റ് ഇയറിലാണ്. therefore 10,000 divided by 1.08 raised to 10. 0.08 raised to 10th ഇയറിലായതുകൊണ്ട് സോ V is equal to നമുക്ക് എങ്ങനെ എടുക്കാം? 85 10 വർഷം കിട്ടുന്നത്. PNI 10 0.08 പ്ലസ് 1,000 divided by 1.08 raised to 10. സോ കാൽക്കുലേറ്ററിൽ ഒറ്റടി കണ്ടുപിടിക്കാം. ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 1 divided by 1.08 equal to 10 times 1 2 3 4 5 6 7 8 9 10. then GT into 85 ആ കിട്ടിയത് 570.35 ആണ്. 85 10 വർഷം കിട്ടുന്നതിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ. ദെൻ ലാസ്റ്റ് ഇയറിൽ കിട്ടുന്ന 1,000ന്റെ പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നത് 1.08 into equal to 2 times 3 4 5. Let's see, 1,000 divided by MRC ആണ് 463.19. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 463.19 പ്ലസ് 570.35 ആണ് 1,033.55. 1,033 പോയിന്റ് ചോയ്സിൽ അടുത്ത് വരുന്നത് 5 4 തന്നെയാണ് വരുന്നത്. 4 3 ആണ്. 543 ആണ് വരുന്നത് ചോയ്സിൽ. 1,033.54. The next one, assuming that discount rate is 10%, how much would you pay to receive 800 growing at 8% annually forever? So PVA infinity is equal to നമുക്ക് എന്താ പറയാം?
800 വെച്ചിട്ടാണ് കിട്ടേണ്ടത്. സോ 800 ഗ്രോയിങ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം 0.10 മൈനസ് 0.08. സോ എത്രയാണ് 8000 ഡിവൈഡഡ് ബൈ 0.20. 8000 ഡിവൈഡ് ബൈ 0.2. 8000 ഡിവൈഡ് ബൈ 0.2 ആണ് 800 അല്ലേ. 800 ഡിവൈഡ് ബൈ 0.2 that means 4000 എണ്ണം. ചോയ്സിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല. none of these. 4000. Next one. Find the purchase price of rupees 1000 bond redeemable at paying annual dividend of 4%, yield a rate of 5% effective. So that means ഒരു വർഷത്തെ കേസാണ്. 1000 രൂപയുടെ ബോണ്ടാണ്. 4% ആണെങ്കിൽ 5% വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയർ എൻഡിൽ 1000 കിട്ടും. അതുകൂടാതെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 40 രൂപ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് അത് ഡിവൈഡഡ് ബൈ നമുക്ക് വേണ്ടത് 5%. ഒരു വർഷത്തേക്കാണ് 0.15:1. That means 1040 divided by 1.05:1 means ഒരു വർഷം കഴിയുമ്പോൾ 40 പ്ലസ് 1000 1040 കിട്ടും. ഞാൻ റിക്വയർ ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് എത്രയാണ് 5% ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. Therefore 1040 divided by 1.05 990.476. So എത്രയാണ് 990.476. Next one. Find the present value of annuity which pays 200 at the end of each of 3 months. 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി ആണ് 200 at the end എന്നാണ് പറഞ്ഞത്. That means annuity regular for 10 years assuming that worth 5% compounded quarterly. So that means find the present value of annuity. Find the present value of annuity. Present value of annuity form is V is equal to A into PNI. A എത്രയാണ് 200 ആണ് into P. സോ എത്രയാണ് ഓരോ ക്വാർട്ടറിലും വെച്ചിട്ട് എത്ര വർഷത്തേക്കാണ് 10 വർഷത്തേക്കാണ്. ദാറ്റ് മീൻസ് എത്ര ക്വാർട്ടേഴ്സ് 40 ക്വാർട്ടേഴ്സ്. സോ P40 then P40 then I എത്രയാണ് 0.05 divided by 4. 0.05 divided by 4. 0.0125. 0.0125. Okay. So നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 1 divided by 1.0125 equal to 40 times GT then into 200. So calculator ചെയ്യാം 1 divided by 1.0125. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. Then GT into 200. 6,265.38. Exactly. Choice ഉണ്ട്. Then next one. 10 years ago earnings per share. 10 years ago EPS എത്രയായിരുന്നു 10 വർഷം മുന്നേ 10 years ago EPS 10 years ago എത്രയാണ് EPS 10 ആണെങ്കിൽ was rupees 5 per share limited. The earnings per share of ABC Limited was 10 years ago. ABC Limited EPS എത്രയാണ് 5 ആണ്. EPS for this year that means 10 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തേത് എത്രയാണ് 22. that means നമുക്ക് എന്തെടുക്കാം ഇന്ന് 5 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 22 പോലല്ലേ വന്നിരിക്കുന്നത്. സോ ഗ്രോ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ A equal to P into 1 plus I the whole ratio. that means 5 ആയിരുന്നത് ഏതോ ഇൻട്രസ്റ്റ് റേറ്റിൽ 10 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്ത് എത്രയായി 22 ആയി. സോ 22 divided by 5 എത്രയാണ് 4.4 equal 1 plus I the whole raised to 10. So that implies 1 plus I എന്ത് വരും 4.4 raised to 1 by 10. So calculator 4.4 അടിക്കുക. റൂട്ട് ഉണ്ടോ 10th റൂട്ട് കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 minus 1
divided by 10 plus 1 into equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. So 1.159 കിട്ടും. So 1 plus I equal to 1.1597. 1.1597. Therefore, I എത്ര കിട്ടും? 0.1597. That means 15.97 percentage. 15.97 percentage. 15.97 percentage. Then next question. A person decides to create a fund to be invested at 10% per annum compound interest to provide a price for 300 every year. എല്ലാ വർഷവും 300 വെച്ച് കൊടുക്കണം. That means perpetuity ആണ്. ഇന്ന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് PVA ഇൻഫിനിറ്റി എടുക്കാം. R/I. R എത്രയാണ്? 300 ആണ്. I എത്രയാണ്? 0.10. That means എത്ര കിട്ടും? 3000 കിട്ടും. പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. The next one, two equal sums were lent out at 7% and 5% simple interest respectively. The interest earned on the two loans adds up to rupees 960 for 4 years. Find the sum lent out. Okay, two equal sums. അതായത് രണ്ട് സമം P ആയിട്ട് എടുക്കാം. P into 0.07 into 4. Then same sum P into 0.05 into 4. രണ്ടിനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്രയാണെന്ന് പറഞ്ഞു? 960. So 0.28P plus 0.20P is equal to 960. So that means sum up to 0.48P equal to 960. Therefore, P equal to 960 divided by 0.48. 2000 കിട്ടി. ഉണ്ടോ? നമുക്ക് ഇവിടെയാണ് നോർമലി സ്റ്റുഡൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ലെൻഡ്. നമുക്ക് 2000 വെച്ച് 2 തവണയാണ് ലെൻഡ് ചെയ്തത്. ഫൈൻഡ് ദ ഈക്വൽ എമൗണ്ട്. ഫൈൻഡ് ദ ഈച്ച് എമൗണ്ട് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ സം ആണ്. സോ സം എത്ര കിട്ടും? സം ലെൻഡ് ഈക്വൽ ടു എന്ന് പറയാം 2000 പ്ലസ് 2000 എന്ന് പറയാം. എത്ര വരും? 4000 ആണ് സം ലെൻഡ്. ട്രിക്കി ക്വസ്റ്റൻ ആണ്. നമുക്ക് 2000 ഒരു ആൻസർ ഇല്ല. ഫൈൻഡ് ദ സം ഈച്ച് എമൗണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലെൻഡ് എമൗണ്ട് ഈച്ച് സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 നമുക്ക് എക്സാക്ട്ലി വന്നേനെ. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ലെൻഡ് ചെയ്ത എമൗണ്ട് ആണ്. 2 ഈക്വൽ സം 2 തവണയായിട്ടാണ് ലെൻഡ് ചെയ്തിരിക്കുന്നത്. 2000 പ്ലസ് 2000 എത്ര വന്നു? 4000. 55,000 paid every year at 10% pay off a loan. The interest rate is 14%. Interest rate is 14%. Okay. So loan in the case ആണെങ്കിൽ നമ്മൾ present value loan in the case present value of annuity ആണ്. So V is equal to A into PNI. 5,000 into P 10 0.10. കണ്ടുപിടിക്കാം കാൽക്കുലേറ്ററിൽ. 5,000 into 1 divided by 0.1.10. 1 plus I അല്ലേ. 1 divided by 1.14 equal to 10 times GT. 1 divided by 1.14. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then GT into 5,000. Right to answer 26,080.55. 26,080.55. 26,080.55. Loan ആയതുകൊണ്ട് present value P is equal to A into PNI formula. Next one. Amount charged on definite length of time for use of principal generally on yearly basis. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇയർലി ബേസിസിൽ പറയുന്നത് എന്താണ്?
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇയർലി ബേസിസിൽ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇയർലി ബേസിസിൽ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. Mr. X left rupees 1 lakh with the direction that it should divide in such a way that his son Tom, Dick and Harry, aged 9 years, 12 years and 15 years, should receive equally after achieving 25 years. ഇപ്പോൾ ഈക്വൽ എമൗണ്ട് കിട്ടണം എന്നല്ല പറയുന്നത്. 9 വയസ്സും 12 വയസ്സും 15 വയസ്സും ഉള്ളവര് അവർക്ക് ഇന്ന് കിട്ടുന്ന എമൗണ്ട് 25 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3.5% പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കുക, എത്രയാണ്? 1 lakh ആണ് 3 പേർക്കായിട്ട്. ആർക്കൊക്കെയാണ്? ടോം, ഡിക്ക്, ഹാരി. ടോം, ഡിക്ക്, ഹാരി. സോ 1 lakh rupees എങ്ങനെയാണ്? സോ ടോമിന് എത്രയാണ്? 9 years ആണ്, ഡിക്കിന് 12 years, ഹാരിക്ക് 15 years. സോ ഇവർക്കെല്ലാം 25 വയസ്സാണെങ്കിൽ ഇനി എത്ര വർഷം കൂടെ ഉണ്ട്? 16 വർഷം. 25 ആണെങ്കിൽ ഇവിടെ 13, ഇവിടെ 10. ദെൻ ഇപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ട്, ടോമിന് കിട്ടിയത് T ആണ്. ടോമിന് കിട്ടിയത് ഓരോരുത്തർക്കും കിട്ടിയ അവരുടെ അത് ഇനിഷ്യൽ വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. ടോമിന് കിട്ടിയ എമൗണ്ട് T, ഡിക്കിന് D, ഹാരിക്ക് H ആണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ ടോമിന് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും? T into 1.035 raised to 16 അല്ലെ? 9 വയസ്സാണ്, 16 വർഷം കൂടെ ഇൻട്രസ്റ്റ് ചേർന്ന് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് P into 1 plus I the whole raised to n is equal to ഡിക്കിന് കിട്ടുന്നത് D into 1.035 raised to 13, ഹാരിക്ക് കിട്ടുന്നത് H into 1.035 raised to 10. raised to 10. സോ നമുക്ക് എല്ലാത്തിനെയും 1.035 raised to 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ക്യാൻസൽ ആവും. അതായത് ദെൻ ഇവിടെ 3 ആകും, ഇവിടെ 6 ആകും. സോ ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം? T into 1.035 raised to 6 equal to D into 1.035 raised to 3 equal to H. 3 ടോമിനും ഡിക്കും ആയിരിക്കും കിട്ടിയത് അറിയില്ല. 3 അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് വന്നാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് K ആണെന്ന് അസ്യൂം ചെയ്യും, ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ടോമിന് കിട്ടുന്ന T into 1.035 raised to 6 equal to K ആണെങ്കിൽ ടോമിന് കിട്ടുന്ന എങ്ങനെ എടുക്കാം? K ഡിവൈഡഡ് ബൈ 1.035 raised to 6. അതേപോലെ ഡിക്കിന് കിട്ടുന്നത് 1.035 raised to 3 ആണ്. അത് കോൺസ്റ്റന്റ് Kയോട് ഇക്വേറ്റ് ചെയ്താൽ ഡിക്ക് കിട്ടുന്ന എന്ത് വരും? K ഡിവൈഡഡ് ബൈ 1.035 raised to 3. ഹാരിക്ക് കിട്ടുന്നത് എന്താണ്? എക്സാക്ട്ലി K തന്നെ. ഹാരിക്ക് കിട്ടുന്ന H ഈക്വൽ ടു K itself. സോറി, ടോമിന് കിട്ടുന്നത് ഇസ്റ്റു ഡിക്കിന് കിട്ടുന്നത് ഇസ്റ്റു ഹാരി റേഷ്യോ എടുക്കുകയാണ്. K ഡിവൈഡഡ് ബൈ 1.035 raised to 6 is to K divided by 1.035 raised to 3 is to K. So ഈ ഒരു ഫ്രാക്ഷൻ ഒഴിവാക്കാനായിട്ട് ത്രൂ ഔട്ട് 1.035 raised to 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് കിട്ടും? K is to K into 1.035 raised to 3 is to K into 1.035 raised to 6. So that means K ഒഴിവാക്കുന്ന കോൺസ്റ്റന്റ് ആയിട്ട് K ഉണ്ട്. ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും?
1 is to 1.035 raised to 3 is to 1.035 raised to 6. So that means നമുക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഇത്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇത് എക്സ് കൊണ്ട് കോൺസ്റ്റന്റ്, എല്ലാത്തിലും ഒരേ കോൺസ്റ്റന്റ് എക്സ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്, then ആക്ച്വലി എത്ര വരും? 1.035 raised to 3, then third one x into 1.035 raised to 6, because the ratio means ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഇത് തന്നിരിക്കുന്നത്. therefore എല്ലാ ടേമിനെയും നമ്മൾ കോൺസ്റ്റന്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. then ടോമിനും ഡിക്കിനും ഹാരിക്കും കൂടെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? ആദ്യം 1 lakh rupees അല്ലേ, 1 lakh rupees അല്ലേ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. സോ ടി പ്ലസ് ഡി പ്ലസ് കെ ഈക്വൽ ടു 1 lakhs ആണ്. therefore നമുക്ക് ടി എത്രയാണ്? എക്സ് ആണ് ആക്ച്വൽ വാല്യൂ അല്ലെ, ഈ ആക്ച്വൽ വാല്യൂ ആണിത്. എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1.035 raised to 3 പ്ലസ് എക്സ് ഇൻറ്റു 1.035 raised to 6 ഈക്വൽ ടു 1 lakhs. നേരെ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് 1.035 into equal 2 times 3 times കേട്ടോ 1.108717 x plus then 4 5 6 കേട്ടോ 1.22925 x equal to 1 lakhs. സോ മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? എക്സ് 1. So that implies നമുക്ക് എന്താ 1 plus 1.1081717 plus 1.22925. So എത്ര വരും? 3.33797 x is equal to 1 lakhs. That implies x is equal to എന്ത് വരും? നേരെ ചെയ്യാം. 1 lakhs divided by ഈ കിട്ടിയ വാല്യൂ MRC ഈക്വൽ കേട്ടും 29,958.35 എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോമിന് ഇന്ന് കിട്ടിയ എമൗണ്ട്. സോ ടോമിന് ഇപ്പോൾ എത്ര വയസ്സാണ്? 9 വയസ്സാണ്. ടോമിന് 16 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും. ദാറ്റ് മീൻസ് ടോമിന് എക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ആരുടെ വാല്യൂ ആണ്? ടോമിന്റെ വാല്യൂ ആണ്. ടോമിന് ഇന്ന് 29,958.35 കിട്ടുമെങ്കിൽ 16 വർഷം കഴിയുമ്പോൾ ടോമിന് കിട്ടുന്നതാണ് എക്സ്. ടോമിന് ഇപ്പോൾ 9 വയസ്സാണ്. 25 വയസ്സാകുമ്പോഴുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് മീൻസ് 16 വർഷം കഴിയുമ്പോഴുള്ളത് കിട്ടണം. 16 വർഷം കഴിയുമ്പോഴുള്ളത് കിട്ടാനായിട്ട് 29,958.35 into 1.035 raised to 16. So എങ്ങനെ എഴുതാം? 1.035 into equal to times 3 4 5 6 7 8 9 10 11 12 13 14 15 16 into 29,958.35 കേട്ടോ 51,947.3606. ഇതിന് ചോയ്സ് ഉണ്ടോ? 51,947 അല്ലേ? ടൈപ്പ് എല്ലായിരിക്കും 947. ആയിരിക്കും. സോ ആൻസർ 51,947 പോയിന്റ് സംതിങ് ആണ് ഓരോരുത്തർക്കും 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. 25 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ റീസെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ വന്ന ഒരു ഓൺലൈൻ ടെസ്റ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതുൾപ്പെടെ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്തു നമ്മൾ. സോ ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. 2 സെഷനായിട്ട് നമ്മൾ തിരിച്ചു. ഇൻട്രസ്റ്റ്, ആനുവിറ്റി. ഇൻട്രസ്റ്റിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. ആനുവിറ്റിയിൽ പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ മെയിൻലി. സോ റീസെന്റ് പെർപെച്യൂറ്റിയും
എല്ലാം തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. പെർപെച്യൂറ്റിയും റിയൽ റേറ്റ്, നോമിനൽ റേറ്റ്, അത് വെച്ചിട്ടുള്ള നോഷണൽ റേറ്റ്, നോമിനൽ റേറ്റ്, ദെൻ ഇൻഫ്ലേഷൻ, അത് വെച്ച് റിയൽ റേറ്റ് കണ്ടുപിടിച്ചിട്ട് കോമ്പൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് റീസെന്റ് സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റിലും എക്സാമിനൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതോടെ പഠിക്കുക. അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലായാൽ കാൽക്കുലേറ്ററിൽ നമുക്ക് എന്താണ് സ്പീഡിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്, നമ്മുടെ ഏറ്റവും ബിസിനസ് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ഇത് ഈ ഒരു പാറ്റേണിൽ തന്നെ ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. സോ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി ഫോർമുലാസ് പഠിക്കുക. ദെൻ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്കപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ എങ്ങനെ അത് തിങ്ക് ചെയ്തെടുക്കണം എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഷനിൽ, ലൈവ് സെഷനിൽ വരുന്നത് നാളെ കഴിഞ്ഞ് വരുന്ന സെഷൻ നമ്മുടെ MTP2 റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും നാളെ കഴിഞ്ഞ് വന്നിട്ട് 6:30. ഓക്കെ, സോ MTP2 കാണാം. സോ എക്സാം അടുത്ത് വരികയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. MTP2 കാണാം. ഓക്കെ, താങ്ക് യു.